ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മകളെ, നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വൺ ഷോട്ട് സീരീസിന്റെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരെ നമ്മൾ ഓൾറെഡി കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ റീസെന്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് ചെറിയ ഡിലേ കാണിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇത് കാണണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ട് കൂടുതൽ നിന്നിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് റൈറ്റ് നൗ ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷനോട് അവർക്കുണ്ട്. അപ്പൊ അവര് അതിന്റെ പ്രിപ്പറേഷനിലേക്ക് കൂടെ പോയത് കൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഈ വീഡിയോസ് എല്ലാം തന്നെ അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം നമ്മളോട് പറയുകയുണ്ടായി. അപ്പൊ നമ്മൾ പറഞ്ഞു, പേടിക്കേണ്ട, നമ്മളെല്ലാം പെട്ടെന്ന് കവറപ്പ് ചെയ്ത് പോകത്തില്ല, ചെറിയൊരു ഡിലേ കൂടി തരാം എന്നൊരു കാര്യം ഞാൻ ചിലരോട് പറയുകയുണ്ടായിരുന്നു. പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേറ്റർ ലേണിംഗ് എന്ന് പറഞ്ഞ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഓഫ്ലൈൻ സെന്റർ നമ്മൾ റിപ്പീറ്റേഴ്സിന് വേണ്ടിയല്ല, ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന +1 +2 കടക്കുന്ന ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ സെന്റർ നമ്മൾ എറണാകുളത്ത് കലൂരിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വർക്കും കാര്യങ്ങളും ഓട്ടോമായിട്ട് ഒരു ഇത്തിരി തിരക്കിലായി പോയി. അതുകൊണ്ട് അതും മറ്റൊരു കാരണം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. സോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ ചെറിയ ഡിലേ ഉണ്ടായതിൽ എൻ്റെ എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. നിങ്ങളുടെ +1 തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. നിങ്ങൾക്കറിയാം, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഡിസ്കഷൻ ആണ്. മകളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. കമ്പാരിറ്റീവ്ലി എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ അധികം നീട്ടി നിവർത്താതെ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ടോപ്പിക്കിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം, ക്ലാസിക്കൽ മെക്കാനിക്സ്, നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും, അതിലെ മെക്കാനിക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ അത് സ്റ്റാറ്റിക്സ്, കൈനമിക്സ്, കൈനമാറ്റിക്സ്, ഡൈനമിക്സ് എന്നാണ് നമ്മൾ ഇതിനെ ബേസിക്കലി ഡിവൈഡ് ചെയ്യുന്നത്. അത് ഓരോ ചാപ്റ്ററുകളെയും അതിന് പല കാരണങ്ങളുണ്ട്. ഇതിൽ സ്റ്റാറ്റിക്സും കൈനമാറ്റിക്സും ഒക്കെ എന്താണെന്ന് നമ്മൾ ഓൾറെഡി മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൈനമിക്സിൽ എത്തുമ്പോൾ, ഡൈനമിക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിവിഷനിലേക്ക് എത്തുമ്പോൾ ഈ ചാപ്റ്ററുകളിലാണ് നമ്മൾ ഫോഴ്സിനെയും ടോർക്കിനെ പറ്റിയും മോഷന് കാരണക്കാരനായ മോഷന് കോസ് ആരാണോ, കാരണക്കാരൻ ആരാണോ, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഈ ബ്രാഞ്ചിലേക്ക് എത്തുമ്പോഴാണ് പഠിക്കുന്നത്. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് തന്നെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഒബ്വിയസ്ലി ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് പവർ, അത് കഴിഞ്ഞ് വരുന്ന റൊട്ടേഷണൽ മോഷൻ, ഇതെല്ലാം തന്നെ ഡൈനമിക്സ് എന്ന് പറയുന്ന ഈ ബ്രാഞ്ചിലേക്കാണ്, അല്ലെങ്കിൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഈ ബ്രാഞ്ചിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ലോസ് ഓഫ് മോഷനിൽ നമ്മൾ ബേസിക്കലി പഠിക്കേണ്ട കുറച്ച് റൂൾസ് നിങ്ങൾക്കറിയാം. ഓൾറെഡി ന്യൂട്ടന്റെ 3 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ ഡിഫൈൻ ഫോഴ്സ് ആൻഡ് ഇനർഷ്യ ആണ്. സെക്കൻഡ് ലോയിൽ നമ്മൾ അതിന്റെ ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. തേർഡ് ലോ എന്ന് പറയുമ്പോൾ ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ഇതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാപ്റ്റർ ആണിത്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത് നമുക്കറിയാം. ന്യൂട്ടന്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കാണാൻ പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഏതൊരു അവസ്ഥയിലാണോ ഒരു ബോഡി തുടരുന്നത്, ആ ബോഡി അത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കും എന്നാണ്. അതായത് എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺടിൽ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ് എന്നാണ്. റെസ്റ്റിലിരിക്കുന്ന ആൾക്ക് റെസ്റ്റിലിരിക്കാനും മൂവ് ചെയ്യുന്ന ആൾക്ക് മൂവ് ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. എപ്പോ വരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നിടം വരെ. ഈ ബേസിക് ലോ ആണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണ് വിളിക്കുന്നത്? ലോ ഓഫ് ഇനർഷ്യ എന്നാണ് വിളിക്കുന്നത്. ലോ ഓഫ് ഇനർഷ്യ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലോ ഓഫ് ഇനർഷ്യ. ഇവിടെ നമ്മൾ ഫോഴ്സ്, ഇനർഷ്യ, ഈ 2 ടേമുകളെ കൂടുതൽ ആയിട്ട് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോഴ്സ് നിങ്ങൾക്കറിയാം. എന്താ ഫോഴ്സ് എന്ന് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതിന്റെ കൺവർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ ആണ്. ഫോഴ്സ് ഈസ് എ പുഷ് ഓർ എ പുൾ വിച്ച് ചേഞ്ചസ് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പുഷ് ആകാം, ഒരു പുള്ളാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അതെന്താ ചെയ്യുന്നത്? അതിന്റെ സ്റ്റേറ്റിനെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. റെസ്റ്റിലിരിക്കുന്ന ആളെ മോഷനിലേക്കും, മോഷനിലുള്ള ആളെ റെസ്റ്റിലേക്കും മാറ്റാനാണ് ഒരു ഫോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് നോക്കി വിടാം. നമ്മുടെ ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ ആണ്, അതുകൊണ്ട് തിയറി ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഇനർഷ്യ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ കുട്ടി ഇത് പിടിച്ച് ഇങ്ങോട്ട് പുഷ് ചെയ്ത് നീക്കുവാണ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു മനുഷ്യൻ ഇവിടെ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ വലിയൊരു ബ്രിക്കിനെ പുഷ് ചെയ്ത് നീക്കുകയാണ്. ഇതിൽ ഇവൻ ഇനർഷ്യ ഓഫ് റെസ്റ്റ് കൂടുതലായിരിക്കും.
ഈവൻ ഇനർഷ്യ. കാര്യം എന്താ, ഇവിടെ ഫ്ലാറ്റ് സർഫസ് ആണ്, ഇവിടെ ഫിക്സ്ഡ് ആണ്, ഫ്ലാറ്റ് ആണ് സർഫസ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് റോളർ ഉണ്ട്, വീലുണ്ട്, കുറച്ചുകൂടി ഈസി ആയിട്ട് നീങ്ങും. ഈവൻ ഇനർഷ്യ ഓഫ് മോഷൻ കൂടുതലായിരിക്കും, ഈവൻ ഇനർഷ്യ ഓഫ് റെസ്റ്റ് കൂടുതലായിരിക്കും, റെസ്റ്റിൽ ഇരിക്കാനായിരിക്കും അവന് ടെൻഡൻസി കൂടുതൽ. അപ്പൊ ഇവനെ മോഷനിലേക്ക് എടുക്കാൻ കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇവൻ ഇനർഷ്യ ഓഫ് റെസ്റ്റ് കൂടുതലായിരിക്കും. മനസ്സിലായി? ഇവന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, അപ്പൊ അവന് ഇനർഷ്യ ഓഫ് മോഷൻ കൂടുതലായിരിക്കും. അപ്പൊ അതാണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇനർഷ്യ. ഏത് ടെൻഡൻസിയാണോ ആ ടെൻഡൻസിയിൽ തുടരാനുള്ള ആഗ്രഹം, ഏത് അവസ്ഥയിലാണോ അത് തുടരാനുള്ള ആഗ്രഹം കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് സിംപ്ലി ഇനർഷ്യ എന്ന് പറയുന്നത്. ഇനർഷ്യ 3 ടൈപ്പ് ഉണ്ട്: ഇനർഷ്യ ഓഫ് റെസ്റ്റ്, മോഷൻ ആൻഡ് ഡയറക്ഷൻ. ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിൽ ഇരിക്കുന്ന റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ആഗ്രഹം. ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ മോഷനിലുള്ള ആൾക്ക് മോഷനിൽ തുടരാനുള്ള ആഗ്രഹം. ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് അതിനൊരു ടെൻഡൻസി ഉണ്ടാവും. അതിന് ബെസ്റ്റ്, ഇപ്പൊ ഇനർഷ്യ ഓഫ് റെസ്റ്റിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്താ, നമ്മൾ ബസ് നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് ഒന്നാവും. കാര്യം നമ്മൾ അതുവരെ റെസ്റ്റിലായിരുന്നു, റെസ്റ്റിൽ തുടരാനാണ് ടെൻഡൻസി. മൂവ് ചെയ്യുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുവാണ്, അപ്പൊ നമ്മൾ വീണ്ടും ഫോർവേഡ് മൂവ് ചെയ്യും. ബസ്സിലൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഫോർവേഡ് മൂവ് ചെയ്യാനുള്ള റീസൺ എന്താ, അത്ര നേരം മോഷനിലായിരുന്നു, നമ്മുടെ ബോഡിക്ക് ഇനിയും മോഷനെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം. ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് KSRTC ബസ് വളവെടുക്കുന്നു, വീശി ഒരു വളവെടുക്കുമ്പോൾ നമ്മൾ ഔട്ട്വേർഡ് ഇങ്ങനെ ബെൻഡ് ചെയ്യും. അപ്പൊ അത് ഫ്രെയിം ഓഫ് റെഫറൻസ്, സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ അവിടെ നമുക്ക് പറയാനുണ്ട്. റൈറ്റ് നൗ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നമുക്കറിയാം, റേഡിയലി ഔട്ട്വേർഡ്, സെന്ററിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡ് നമ്മൾ ബെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തൊരു ടേം ആണ് മൊമെന്റം. വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം ഈസ് എ ക്വാണ്ടിറ്റി വിച്ച് ക്വാണ്ടിഫൈസ്. അതായത് മൊമെന്റം നമുക്ക് ഡിഫൈൻ ചെയ്തു തരുന്നത് ഒരു ബോഡിയുടെ മോഷനെയാണ്, ഒരു ബോഡിയുടെ മൂവ്മെന്റിനെ പറ്റി നമുക്ക് പറഞ്ഞു തരും. അതായത് ഞാൻ മാസ് ഉള്ള 2 ക്രിക്കറ്റ് ബോൾ എടുത്ത് കൈ വെച്ചു, ഞാൻ വലത്തെ കൈയിൽ നിന്ന് എടുത്ത് എറിയുന്നു, ഇടത്തെ കൈയിൽ നിന്ന് എറിയുന്നു, രണ്ടും ഐഡന്റിക്കൽ ബോൾസ് ആണ്, അപ്പൊ മാസ് ഐഡന്റിക്കൽ ആണ്. ഞാൻ പറയുകയാണ് റൈറ്റ് സൈഡിൽ കൂടെ ഞാൻ എറിഞ്ഞ, റൈറ്റ് ഹാൻഡ് കൊണ്ട് എറിഞ്ഞ ഒബ്ജക്റ്റിന് മൊമെന്റം കൂടുതലാണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിന്റെ വെലോസിറ്റി കൂടുതലാണ്. അപ്പൊ അതിന്റെ മോഷനെ പറ്റി അവൻ ഡിഫൈൻ ചെയ്തത് മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് along the direction of velocity ആണ്. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതിന്റെ യൂണിറ്റും കാര്യങ്ങളും കൺവേർഷനും ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക. മൊമെന്റവും മാസും അല്ലെങ്കിൽ മൊമെന്റവും വെലോസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഗ്രാഫുകളാണ്. അതായത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം P ഈസ് ഈക്വൽ ടു mv എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് P ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് പഠിച്ചത്. മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മൊമെന്റം പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മൊമെന്റം പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം P is equal to mass into velocity. ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ P പ്രൊപ്പോർഷണൽ ടു മാസ് ആയിരിക്കും, അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ? ഇനി അത് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാസും വെലോസിറ്റിയും കൂടെ ഇൻവേഴ്സ് ഗ്രാഫ് എടുക്കാൻ പറ്റും. അതായത് വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ P കോൺസ്റ്റന്റ് ആയാൽ മതി. എങ്ങനെയാ P കോൺസ്റ്റന്റ് ആവുന്നത്? ഇവിടെ നിന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ ഞാൻ ഒന്നാമത്തെ ഒബ്ജക്റ്റിന്റെ മാസ് എടുക്കുന്നു P1, അപ്പൊ ഞാൻ മൊമെന്റം എടുത്തു P1, അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി m1 v1. രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യുന്ന P2, ദാറ്റ് ഈസ് ഈക്വൽ ടു m2 v2. ഇഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, P1 ഈക്വൽ ടു P2 ആണെന്ന് അസ്യൂം ചെയ്യുക. രണ്ടിന്റെ മൊമെന്റം സെയിം ആണെന്ന് അസ്യൂം ചെയ്യുക. മൊമെന്റം സെയിം ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? m1 v1 ഈക്വൽ ടു എന്തായിരിക്കും? m2 v2 ആയിരിക്കും. ഉറപ്പല്ലേ? ഇനി നിങ്ങൾ ഒന്ന് അസ്യൂം ചെയ്ത് നോക്കിക്കേ, m1 ഗ്രേറ്റർ ദാൻ m2 ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് v1 ലെസ് ദാൻ v2 ആയിരിക്കും. ഉറപ്പല്ലേ? കാരണം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി m1 v1 m2 v2 പ്രോഡക്റ്റ് സെയിം ആയിരിക്കണം. ഞാൻ പറഞ്ഞു m1 ഗ്രേറ്റർ ദാൻ m2 ആണ്, m1 m2നേക്കാളും കൂടുതലാണ്. അപ്പൊ ഇവരുടെ പ്രോഡക്റ്റ് സെയിം ആയിട്ട് നിൽക്കണമെങ്കിൽ v2 കൂടിയാൽ മതി. m1 കൂടുതലാണ്, അപ്പൊ m1 v1നോട് ഈക്വലന്റ് ആവണം m2 v2. അപ്പൊ ഇവിടെ v2 കൂടിയാൽ മതി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. m1 ഗ്രേറ്റർ ദാൻ m2 ആണെങ്കിൽ v2 ഗ്രേറ്റർ ആയിരിക്കും. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഇവിടുന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, P is equal to mv. അപ്പൊ ഇവിടുന്ന് ഞാൻ പറയും V is equal to P by M. P കോൺസ്റ്റന്റ് ആണ്, V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു M ആണ്.
വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എം ആണ്. അപ്പൊ ആ ഇൻവേഴ്സ് ഗ്രാഫ് ആണ് ഈ എടുത്തിരിക്കുന്നത്. അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആക്കി ഇഫ് പി ഈസ് കോൺസ്റ്റന്റ്. ജസ്റ്റ് ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞു, വെൻ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്, വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്, മാസ് ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്കറിയാം. എന്താ സെക്കൻഡ് ലോ പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. സെക്കൻഡ് ലോനെ അറിയപ്പെടുന്നത് ലോ ഓഫ് ഫോഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ലോ ഓഫ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നാണ് സെക്കൻഡ് ലോ അറിയപ്പെടുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം directly proportional to, rate of change of momentum is directly proportional to applied force എന്നാണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുമായിട്ട് പ്രപ്പോർഷണൽ ആയിരിക്കും dp by dt. അപ്പൊ ഇവിടെ എനിക്ക് എഴുതാം this force F is equal to a constant into dp by dt. What is dp? What is p? P is equal to mass into velocity. ഈ dp എന്ന് പറഞ്ഞാൽ എന്താ? dp എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. dp എന്ന് പറഞ്ഞാൽ ആരാ? ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. dp എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പൊ എനിക്ക് പിക്ക് ഇവിടെ എം ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ എഫ് ഇസ് ഇക്വൽ ടു എന്നാ വരും? കെ ഇൻറ്റു കെ കോൺസ്റ്റന്റ് ആണ്, അത് 1 ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തോളൂ. അപ്പൊ ഡി ഇൻറ്റു പിക്ക് പകരം എന്തെന്ന് എഴുതാം? എം വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാം. ഇവിടെ എം കോൺസ്റ്റന്റ് ആണെങ്കിൽ എം പുറത്തു വരും, നമ്മൾ എന്തെന്ന് എഴുതും? ഡി വി ബൈ ഡി ടി എന്ന് എഴുതും. വാട്ട് ഈസ് ഡി വി ബൈ ഡി ടി? ഡി വി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഇസ് നോൺ ആസ് ആക്സിലറേഷൻ. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് എഫ് ഇസ് ഇക്വൽ ടു എം എ എന്ന റിലേഷൻ കിട്ടുന്നത്. എഫ് ഇസ് ഇക്വൽ ടു എം എ എന്ന റിലേഷൻ കിട്ടുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വി കോൺസ്റ്റന്റ് ആണെങ്കിൽ, വി കോൺസ്റ്റന്റ് ആണ്, ഇവിടെ എം കോൺസ്റ്റന്റ് ആണെന്നാ. വി കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് ഇസ് ഇക്വൽ ടു എന്നാ വരും? വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. വാട്ട് ഈസ് ഡി എം ബൈ ഡി ടി? What is dm by dt? dm by dt is known as rate of change of mass. Rate of change of mass. Rate of change of mass. Mass in the rate change. അല്ലെ? Mass in the rate change. അപ്പൊ അങ്ങനെ വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എൻട്രൻസിന് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ എഫ് ഇസ് ഇക്വൽ ടു എം എ എന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇഫ് മാസ് ഈസ് വേരിയബിൾ, ക്വസ്റ്റ്യൻ അത് അങ്ങനെയും പറയും. മാസ് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ഈ കോൺസെപ്റ്റിലേക്ക് പോകും. വേരിയബിൾ മാസ് കോൺസെപ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ബോത്ത് ആർ വേരിയബിൾ, അപ്പൊ എന്ത് ചെയ്യും? രണ്ടിന്റെ കൂടെ പ്രോഡക്റ്റ് റൂൾ എടുക്കും. ഇത് നോക്ക്, ഇവിടെ രണ്ടുപേരും വേരിയബിൾ ആണെങ്കിൽ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി എം ബൈ ഡി ടി നമ്മൾ എഴുതും. ചോദിക്കാറില്ല, കോമൺ ആയിട്ട് അങ്ങനെ രണ്ടുകൂടെ വരുന്നത് ചോദിക്കാറില്ല. അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒന്ന് വേരി ചെയ്യുന്ന ഇത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളൂ. നിങ്ങൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എക്സാംസിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാണ് നമുക്ക് പലപ്പോഴും കാണാറുള്ളത്. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. The linear momentum P of a body moving in one dimension with varies time according to the equation P is equal to a plus b t square. P തന്നിട്ടുണ്ട്. P is equal to a plus b t square. അല്ലേ? a plus b t square. Where a and b are positive constants. The net force acting on the body is. നിങ്ങൾ നോക്കിക്കേ, പി തന്നിട്ടുണ്ട്, ഫോഴ്സ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ബൈ സെക്കൻഡ് ലോ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഡി പി ബൈ ഡി ടി ആണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് പി ആരാ? ഇവിടെ കൊടുത്തിട്ടുണ്ട്, എ പ്ലസ് ബി ടി സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടിയിൽ ചെയ്യുമ്പോൾ എ കോൺസ്റ്റന്റ് ആണ്, 0 വരും. ബി കോൺസ്റ്റന്റ് ആണ്, ടി സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2t എന്ന് കിട്ടും. സോ നമുക്ക് ഫൈനലി ഫോഴ്സ് കിട്ടി. എഫ് ഇസ് ഈക്വൽ ടു 2bt. ഇവിടെ 2 ബീങ് കോൺസ്റ്റന്റ് ആണ്. ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ടൈം. Then the net force acting on the body is proportional to time. ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെ ചെയ്തൊന്നും നോക്കരുത്. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. നമ്മൾ എൻട്രൻസ് എക്സാം ഹാളിൽ ഇരിക്കുന്ന ആൾക്ക് ഇത് പി ആണെന്ന് തന്നിട്ടുണ്ട്, ഫോഴ്സിന്റെ പ്രൊപ്പോർഷണാലിറ്റി ആണ് ചോദിച്ചത്. അപ്പൊ എഫ് ഡി പി ബൈ ഡി ടി ആണ്, ഡയറക്റ്റ് എഴുതും. എ 0 ആയിപ്പോയി, ബി ടി സ്ക്വയർ 2bt ആണ്, പ്രൊപ്പോർഷണൽ ടു ടി. ഒരു 10 to 15 സെക്കൻഡ്സിനുള്ളിൽ ആൻസർ എഴുതി. ഇങ്ങനെ ചെയ്യാൻ പോയാൽ 1 മിനിറ്റിനടുത്ത് നമുക്ക് പോകും. അപ്പൊ ഡയറക്റ്റ് അങ്ങനെ എഴുതി പഠിക്കുക. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ ബേസിക് ആയിട്ട് നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡി എം ബൈ ഡി ടി 0 ആയിപ്പോവും, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡി വി ബൈ ഡി ടി 0 ആയിപ്പോവും. ഈ രണ്ട് മെത്തേഡും സെപ്പറേറ്റ്ലി ഞാൻ പറഞ്ഞതാണ്. വെൻ മാസ് ഈസ് കോൺസ്റ്റന്റ് എഫ് ഇസ് ഈക്വൽ ടു എം എ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന്
അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. F is equal to m യുടെ അതിന്റെ ഫോഴ്സിന്റെ വെച്ചിട്ടുള്ള യൂണിറ്റ് 1 ന്യൂട്ടൺ എഴുതുന്ന വാല്യൂസ് ഡൈനിൽ എഴുതുന്നത് നമുക്കറിയാം. 1 ന്യൂട്ടൺ ഡൈന് CGS യൂണിറ്റ് SI യൂണിറ്റ് തമ്മിലുള്ള റിലേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്, ഡയമെൻഷണൽ ഫോർമുല. ഇവിടെ നോക്കി, ഫോഴ്സ് ഈസ് സെയിം ഫോഴ്സ് കൊടുത്താൽ ഇത് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? എം മാസ് ഓഫ് എ ബിഗർ ബോഡി ഇൻറ്റു സ്മോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് എ സ്മോളർ ബോഡി ഇൻറ്റു ഹെവി ആക്സിലറേഷൻ എന്ന് വെച്ചാൽ മാസ് ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ജസ്റ്റ് തിയററ്റിക്കൽ പാർട്ടാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് നോക്കുക. നമുക്ക് കോൺസെപ്റ്റിലേക്ക് പോകാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബേസിക് ആയിട്ടുള്ള തിയറിയാണ്. നമ്മൾ ഈ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അതുപോലെ തുടക്കത്തിലെ മൊമെന്റം, ഇമ്പൾസ്, അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണക്റ്റഡ് സിസ്റ്റം, പുള്ളി സിസ്റ്റം, പിന്നെ സ്യൂഡോ ഫോഴ്സ്, ലാമിസ് തിയറം, പിന്നെ അതിനപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഫ്രിക്ഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ എത്തുമ്പോഴാണ് സാധാരണ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആവുന്നത്. അതുകൊണ്ടാണ് ഈ ഏരിയ ഞാൻ കുറച്ച് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കി തന്നെ വിടുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് നോക്കാം. എ ബോഡി അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫോഴ്സ് F is equal to 6i minus 8j plus 10k acquires an acceleration of 1 meter per second square. The mass of the body, ഡയറക്റ്റ് മാസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്. F is equal to, നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സിന്റെ വാല്യൂ F is equal to 6i minus 8j plus 10k എന്ന് നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം കൺസിഡർ ചെയ്യാൻ പോവാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് F which is equal to root of 6ന്റെ സ്ക്വയർ 36 പ്ലസ് 8ന്റെ സ്ക്വയർ 64 പ്ലസ് 10ന്റെ സ്ക്വയർ 100. അപ്പൊ ഇത് 100 ഇതും 100 അല്ലേ? ഇതും 100 ഇതും 100. അപ്പം 100 പ്ലസ് 100 200 എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ 200 എന്ന് പറഞ്ഞാൽ 2 into 100 ആണെന്ന് എനിക്കറിയാം. 100ന് റൂട്ട് ഉണ്ട് 10 ആണ്. അപ്പൊ നമുക്ക് 10 root 2 എന്ന് കിട്ടും. 10 root 2 ആരെ കിട്ടി? ഫോഴ്സ് ഐഡന്റിഫൈ ചെയ്തു. 10 root 2 ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. നമ്മളോട് ചോദിച്ചത് മാസ് കാണാനാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ F is equal to ma ആണ്. നമ്മളോട് ചോദിച്ചത് മാസ് കാണാനാണ്. മാസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ആക്സിലറേഷൻ ആണ്. ഫോഴ്സ് നമുക്ക് 10 root 2 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഒന്നുമില്ല, 1 meter per second square ആണ്. സോ 10 root 2 എന്ന് കിട്ടി. 10 root 2 kilograms. ആൻസർ ഈസ് ഓപ്ഷൻ 3. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 10 root 2. ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A golf ball of mass 0.05 kg placed on a tee is struck by a golf club. The speed of the golf ball leaves at the tee is 100 meter per second. അതായത് ഒരു ഗോൾഫ് ബോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇനിഷ്യലി അവിടെ ഇരിക്കുന്നു പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 നമ്മളൊരു ഫോഴ്സ് എക്സ്റ്റേണലി കൊടുത്തപ്പോൾ ഇത് തെറിച്ചു പോയി. അപ്പൊ അവന് കിട്ടിയ വെലോസിറ്റി ആണ് 100 meter per second. 100 meter per second. Yes. The time of contact between തന്നിട്ടുണ്ട് 0.02 മാസും തന്നിട്ടുണ്ട് അല്ലെ? If the force decreases to 0 linearly with the time, the force acting at the beginning of time of contact, initially time of contact, ആ സമയത്ത് ഇതിന് കിട്ടിയ ഫോഴ്സ് എത്രയാണ്? അതായത് 0യിൽ നിന്ന് 100 meter per second സ്പീഡാണ് കൊടുത്തത്. അപ്പൊ ആ സമയത്ത് ആ മൊമെന്റിൽ ഇവന് കിട്ടിയ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എഫ് കാണാൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? F is equal to dp by dt. ഇവിടുന്ന് ഒരു കാര്യം നിങ്ങൾക്ക് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ചു വെക്കാം. dp എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റോ ആണ്. അപ്പൊ എനിക്ക് p ഫൈനൽ മൈനസ് p ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ഇവിടെ ടൈം കൊടുക്കാം അല്ലെ? നമുക്കറിയാം p ഇനിഷ്യൽ മാസ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി ആണ്. p ഫൈനൽ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? mv മൈനസ് mv എന്ന് വരും അല്ലെ? mv മൈനസ് mv ഡിവൈഡഡ് ബൈ ടൈം എന്ന് വരും. കോമൺ ആയിട്ട് m പുറത്തെടുക്കാം. m ഇൻറ്റു v മൈനസ് u ഡിവൈഡഡ് ബൈ t എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു മാസ് എത്ര മക്കളെ? മാസ് എന്ന് പറയുന്നത് 0.05 ആണ്. 0.05 ആണ്. വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി 100 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഡിവൈഡഡ് ബൈ ടൈം 0.02 ആണ്. 0.02 ആണ്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 0.05ഉം 0.02 കൂടെ നമുക്ക് എന്തെന്ന് എഴുതാം? 5/2 എന്ന് തന്നെ വിളിക്കാം. 5/2, 5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2.5 ആണ്.
2.5 ആണ്, ഇൻറ്റു 100 ആണ്. അപ്പൊ ഇൻറ്റു 100 ആകുമ്പോൾ എത്ര വരും മക്കളെ? 250 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലേ? 250 ന്യൂട്ടൺ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 2. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ. ഇത്രയും സ്റ്റെപ്പ് ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് dp/dt m × v - u/t ആണെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും സമയം എടുത്ത് ഇതൊക്കെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A force produce an acceleration of 4 m/s² in a body of mass m1. അതായത് ഒരു മാസ് ഇവിടെ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണം എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഒരു മാസ് m1 ഉണ്ട്, ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നു അല്ലെ, പ്രൊഡ്യൂസ് ആൻ ആക്സിലറേഷൻ. അപ്പൊ ഇവന് കിട്ടിയ ആക്സിലറേഷൻ ആണ് എത്ര? 4 m/s². 4 m/s². The same force produce an acceleration of 6 m/s² on another body m2. ഈ സെയിം ഫോഴ്സ് നിങ്ങൾ കൊടുത്തപ്പോൾ മറ്റൊരു ബോഡി m2, അവന് കിട്ടിയ ആക്സിലറേഷൻ എത്രയാ? 6 m/s² ആണ്. 6 m/s² ആണ്. ഓക്കെ, whatever it is. എന്താ ചോദിച്ചത്? the same force applied, ഈ മാസ് കമ്പൈൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആക്സിലറേഷൻ എത്ര? അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടുപേരുടെയും ഫോഴ്സ് സെയിം ആണ്. അപ്പൊ ഇവന്റെ ഫോഴ്സ് F is equal to, ഇവന്റെ ഫോഴ്സ് F is equal to m ആരാ? m1 into ആക്സിലറേഷൻ 4. ഇവന് കിട്ടുന്ന ഫോഴ്സ് F is equal to m ആരാ? m2 ആക്സിലറേഷൻ again 6 ആണ്. 6 ആണ്. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുന്ന് നമ്മൾക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? വേണമെങ്കിൽ ഇവരെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അവിടുന്ന് m1 m2ന്റെ ഒരു റിലേഷൻ കണ്ടുപിടിച്ചുകൂടി. m1 m2 കൂടെ ഉള്ള റിലേഷൻ കണ്ടുപിടിച്ചുകൂടി. 4m1 എന്ന് പറയുന്നത് 6m2 ആണ്. 6m2 ആണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനിയും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ ഈ മാസ് അങ്ങ് കമ്പൈൻ ചെയ്തു, എന്താക്കി മാറ്റി? m1 + m2 ആക്കി മാറ്റി. എന്നിട്ട് സെയിം ഫോഴ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവന് കിട്ടുന്ന ആക്സിലറേഷൻ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ m1 + m2 എന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെയാണ്. ഇവിടെ m1 + m2 എന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ആരെയെങ്കിലും ഒരാളുടെ ടീമിലേക്ക് എല്ലാം അങ്ങ് എത്തിക്കുക. ഒരാളുടെ ടീമിലേക്ക് എല്ലാം എത്തിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടുന്ന് m2ന്റെ വാല്യൂവിനെ m1 അങ്ങ് എത്തിക്കാൻ പോവാണ്. യെസ്, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. യെസ്, ഈ കാണുന്ന ഇക്വേഷനിൽ നിന്ന് m2 പറഞ്ഞേ. m2 എന്ന് പറയുന്നത് ഇവനെ കട്ട് ചെയ്യാലോ. ഇത് 2 ആണ്, ഇത് 3 ആണ്. ഓക്കെ, അപ്പൊ 2/3 m1 ആണ്. 2/3 m1 ആണ്. അപ്പൊ m2ന് പകരം ഞാൻ 2/3 m1 എന്ന് കൊടുത്തു. അപ്പൊ ഈ m2ന് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? 2/3 m1 എന്ന് കൊടുക്കാം. അപ്പൊ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മാസ് m ടോട്ടൽ എന്ന് പറയുന്നത് m1 + 2/3 m1 ആയിട്ട് മാറി. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ 3m1 + 2m1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5m1/3 ആയിട്ട് മാറി. നമ്മുടെ ഇപ്പോഴത്തെ ടോട്ടൽ മാസ് 3m1 + 2m1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5m1/3 ആയിട്ട് മാറി. ടോട്ടൽ മാസ് കിട്ടി. അവിടുന്ന് ടോട്ടൽ മാസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ടോട്ടൽ മാസ്, ഇപ്പൊ നമ്മുടെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 5m1/3 ആണ്. 5m1/3 ആണ്. ഇതിലേക്കാണല്ലോ ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് F കൊടുക്കുന്നത്. അപ്പോഴല്ലേ ഇവന് കിട്ടുന്ന ആക്സിലറേഷൻ A ആകുന്നത്. അപ്പൊ external force F is equal to m total, that is equal to 5m1/3 into acceleration. അപ്പൊ F എനിക്ക് അറിയത്തില്ല. Fന് നിങ്ങൾ ഇവിടെ ഒരു ഇക്വേഷൻ കണ്ടുവച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഇക്വേഷൻ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ആരെ അപ്ലൈ ചെയ്യണം? m1 ഉള്ള F എടുത്ത് അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ m1 into 4 which is equal to 5m1/3 into acceleration കിട്ടും. അപ്പൊ ഇവിടുന്ന് ഒരു m1 കട്ട് ചെയ്യും. m1 കട്ട് ചെയ്യും. അപ്പൊ എത്ര വരും? 3 × 4 12/5 ആണ് ആക്സിലറേഷൻ. 12/5 ആണ്. 12/5 എന്ന് പറയുമ്പോൾ 2 times 10 2 point something. ആൻസർ ഈസ് 2.4. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും കാൽക്കുലേഷൻ ഞാനിപ്പോ ഇത് ലൈവായിട്ട് ചെയ്തുകൊണ്ടാണ്. മേ ബി ഇതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരിക്കാം. I don't know. Whatever it is, ആൻസർ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. കൺവീനിയന്റ് ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുത്തൊരു കോൺസെപ്റ്റ് നോക്കാം. എന്താ? ഒരു PT ഗ്രാഫ്, മൊമെന്റം ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ കിട്ടുന്നത് ഫോഴ്സ് ആണ്, വേറെ കാര്യമൊന്നുമില്ല. കാര്യം സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ ആൽഫയാണ്, ടാൻ ആൽഫ അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞ് സ്ലോപ്പ് എടുക്കുന്നു.
അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്, അല്ലെങ്കിൽ ഡി പി ബൈ ഡി ടി ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം നമ്മൾ പഠിച്ചത് ഡി പി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ആരാണ്? ഫോഴ്സ് എന്നാണ് പഠിച്ചിരിക്കുന്നത്, ഫോഴ്സ് എന്നാണ്. അപ്പൊ നമുക്ക് അവിടുന്ന് പറയാൻ പറ്റും സ്ലോപ്പ് ഓഫ് എ ലീനിയർ മൊമെന്റം ടൈം ഗ്രാഫ് ഗീവ്സ് ഫോഴ്സ് ഡയറക്റ്റ് പഠിച്ചു വെക്കാവുന്ന കോൺസെപ്റ്റ് ആണ്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും എക്സാമിന് ചോദിച്ച് കാണുന്നതാണ്. അതായത് ഒരു വാട്ടർ ജെറ്റ് വെച്ച് നമ്മൾ ഇവിടെ വോളിലോട്ട് വെള്ളം ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വോളിലേക്ക് എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര? ആക്ച്വലി നിങ്ങൾ ഈ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നല്ലത്. അല്ലാതെ നമ്മളിതൊരു ഡെറിവേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡെറിവേഷണൽ പാർട്ടും കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പെട്ടെന്ന് ഇതിന്റെ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. പെട്ടെന്ന് പറയാം, എല്ലാം ഞാൻ ഇങ്ങനെ ഡിറൈവ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഡെറിവേഷന്റെ ആവശ്യമില്ല. റൈറ്റ് നൗ നിങ്ങളത് മനസ്സിലാക്കുക. ഇപ്പൊ ഇത് വോളാണ്, ഇതിലേക്ക് വെള്ളം വന്നൊരു ഹോഴ്സ് പൈപ്പിൽ നിന്ന് വെള്ളം വന്ന് ഇടിക്കുന്നു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. വി വെലോസിറ്റിയിൽ വാട്ടർ വന്ന് ഇജക്ട് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ ഫോഴ്സ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. ഡി പി ബൈ ഡി ടി ആണ്. പിക്ക് എം വി എന്ന് കൊടുത്താൽ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് എഴുതാം. ബി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് എഴുതാം. ബിക്കോസ് ഇവിടെ മാസ് വേരിയബിൾ കോൺസെപ്റ്റ് ആണ്. വെലോസിറ്റി, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് വാട്ടർ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യും. ഇവിടെ ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യും. ഇവിടെ ഒരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്യും. ഈ ചെറിയ പോർഷന്റെ പൈപ്പിന്റെ ലെങ്ത് ഡി എക്സ് ആണെന്നും ഈ കാണുന്നവന്റെ വേരിയബിൾ മാസ് ഈ കാണുന്ന വേരിയബിൾ മാസ് ഡി എം ആണെന്ന് അസ്യൂം ചെയ്യാം. ആ കാണുന്ന സ്മോൾ എലമെന്റിന് അക്രോസ് ഉള്ള മാസ് ഡി എം ആണ്. ആ കാണുന്ന ലെങ്ത് ഡി എക്സ് ആണ്. ഈ കാണുന്ന പൈപ്പിന്റെ ഏരിയ, ഇത്ര എടുത്ത ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡി എം ബൈ ഡി ടി എന്ന് കിട്ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു വി കോൺസ്റ്റന്റ് ആണ്. മാസിനെ ഞാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വിളിക്കും. മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വിളിക്കും. വോളിയത്തിനെ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് വിളിക്കും. നമ്മൾ കൺസിഡർ ചെയ്ത എലമെന്റൽ ലെങ്ത് ഇത്രയുമാണ്. സോ വി ഇൻറ്റു റോ കോൺസ്റ്റന്റ് ആണ്. ഈ റോയുടെ പുറത്തെടുത്തിട്ട് വോളിയത്തിന് ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് വിളിക്കും. ഏരിയ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ഏരിയ പുറത്ത് വരുന്നു. ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി വരും. ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് വരും. ഈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. അപ്പൊ അത് വെലോസിറ്റി ആണ്. അങ്ങനെയാണ് റോ എ ഇൻറ്റു, ഇവിടെ ഓൾറെഡി ഒരു വി ഉണ്ട്, ഇത് വെയും കൂടെ വന്ന് റോ എ വി സ്ക്വയർ ആവുന്നത്. ഇങ്ങനെയാണ് ഡെറിവേഷണൽ പാർട്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു നോക്കുക. ഒരു ഫൈനൽ ബോർഡ് നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി ഇത് ഡിറൈവ് ചെയ്യാൻ എക്സാം ഹാളിൽ ഇരിക്കരുത്. ഒരു ഹോൾസ് പൈപ്പിൽ നിന്ന് വാട്ടർ വന്ന് ഇജക്ട് ചെയ്യുന്നു, അവിടെ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് ചോദിച്ചാൽ റോ എ വി സ്ക്വയർ ആണ്. ഇനി വെള്ളം ഇടിച്ചിട്ട് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അത് 2 റോ എ വി സ്ക്വയർ ആണ്. അതും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പം നമ്മളോട് പറയുകയാണ്, ഈ വാട്ടർ സർഫസ്, ഈ സർഫസിലേക്ക് വെള്ളം വന്ന് ഇടിച്ചു എന്നിട്ട് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ കേസിലെ ഫോഴ്സ് 2 റോ എ വി സ്ക്വയർ ആണ്. 2 റോ എ വി സ്ക്വയർ ആണ്. ഇനി അതേപോലെ തന്നെ ഈ സർഫസ് വെള്ളം ഇങ്ങനെ വന്ന് ഇടിച്ചു എന്നിട്ട് ഇങ്ങനെ പോയി എന്ന് പറയുകയാണ്. ഇത് വാട്ടർ ജെറ്റ് തന്നെയാണെന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ 2 റോ എ വി സ്ക്വയർ കോസ് തീറ്റ ആണ്, വേർ തീറ്റ ഇസ് ദിസ് ആംഗിൾ. ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എക്സാം ഹാളിൽ പോയിരുന്ന ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനും ഡെറിവേഷൻ ചെയ്യാൻ നിൽക്കുന്നത് മണ്ടത്തരമാണ്. സോ അത് ഡയറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഫസ്റ്റ് കേസിൽ റോ എ വി സ്ക്വയർ ആണ്, സെക്കൻഡ് കേസിൽ 2 റോ എ വി സ്ക്വയർ ആണ്, തേർഡ് കേസിൽ 2 റോ എ വി സ്ക്വയർ കോസ് തീറ്റ ആണ്. A stream of water flowing horizontally with a speed 15 meter per second gushes out of a tube of cross-sectional area 10 raised to -2 meter square and hits at a wall vertical nearby. Vertically വെച്ചിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് പഠിച്ച കോൺസെപ്റ്റ് ആണ്. What is the force exerted on the ball by the input of water? Assume does not rebound. Rebound ചെയ്യുന്നില്ല എന്ന് അസ്യൂം ചെയ്യുക. ജസ്റ്റ് അവിടോട്ട് പോയി ഇടിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഫോഴ്സ് കാണാൻ നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ എന്താ? ഫോഴ്സ് കാണാൻ പഠിച്ച ഇക്വേഷൻ F is equal to rho a v square. ഡെൻസിറ്റി ഓഫ് വാട്ടർ അത് 10⁻³ ആണെന്ന് അറിയാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 10⁻² ആണ്. 10⁻² ആണെന്ന് അവർ തന്നിട്ടുണ്ട്. വെലോസിറ്റി 15 മീറ്റർ ആണ്, അപ്പൊ 15ന്റെ സ്ക്വയർ. ഇത് കട്ട് ചെയ്താൽ 10⁻1 എന്ന് വരും. 15ന്റെ സ്ക്വയർ 225 ആണ്. 225ന്റെ കൂടെ ഒരു 0 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക.
2250 വളരെ ഈസി ആയിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്യാം. ഇക്വേഷൻ അറിയില്ലെങ്കിൽ അവിടെ ഇരുന്ന് ഡിറൈവ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അടുത്തതാണ് ഹെലികോപ്റ്റർ ഹോളിംഗ്. മക്കൾ അത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, ഹെലികോപ്റ്റർ ഹോവറിംഗ് എന്ന് പറയുന്നത് ഈ ഹെലികോപ്റ്റർ ജസ്റ്റ് അത് ഇക്വേഷൻ പഠിച്ചിരുന്നാൽ മതി. ഇവിടെ തിയറി ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡെറിവേഷൻ പാർട്ട് കൊടുത്തിട്ടുണ്ട്, ഇത് ഡിറൈവ് ചെയ്യാൻ നിൽക്കുന്നില്ല. അതായത് ഒരു ഹെലികോപ്റ്റർ അതിന്റെ ഫാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഈ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ താഴെയുള്ള എയർ താഴോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഉറപ്പായിട്ട് ഇതിന്റെ വെയിറ്റ് താഴേക്ക് കൊടുക്കുകയും ആ എയർ താഴോട്ട് പോവുകയും അപ്പൊ അവിടുന്ന് അതിനൊരു ത്രസ്റ്റ് കിട്ടുകയും അങ്ങനെയാണ് ഈ ഹെലികോപ്റ്റർ മുകളിലോട്ട് പൊങ്ങി പോകുന്നത്. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ജസ്റ്റ് ഇതുമായിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ ഇപ്പൊ പഠിച്ചതായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഫോഴ്സ് എന്ന് പറയുന്നത് റോ എ വി സ്ക്വയർ ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ഏരിയ കവേർഡ് ബൈ ദ ഫാൻ ലീഫ്. ഈ ഹെലികോപ്റ്ററിന്റെ ലീഫിന്റെ റേഡിയസ് 6 ആണെങ്കിൽ ഇത് കറങ്ങുന്ന ഏരിയ. അപ്പൊ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെന്നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പൈ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെറിവേഷൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. നേരത്തെ പഠിച്ചത് വെച്ച് അതേ സെയിം കോൺസെപ്റ്റ് ആണ്, വലിയ കാര്യമൊന്നുമില്ല. അടുത്തത് ഒരു മെഷീൻ ഗണ്ണിൽ കൂടെ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു. നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് കാണാൻ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് mv × dn/dt. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി, അത് വലിയ കാര്യമൊന്നുമില്ല, ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഫോഴ്സ് കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? F = dp/dt. പീക്ക് എന്തെന്നാ കൊടുക്കുന്നത്? മാസ് ഇൻറ്റു വെലോസിറ്റി ഡിവൈഡഡ് ബൈ dt അല്ലെ. അപ്പൊ സിംപ്ലി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഫോഴ്സ് എക്സർട്ടഡ് ബൈ വൺ ബുള്ളറ്റ്. ഒരു ബുള്ളറ്റ് എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാൻ ചോദിച്ചാൽ m × v ഡിവൈഡഡ് ബൈ t എടുത്താൽ മതി. m × v ഡിവൈഡഡ് ബൈ t. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് തരുന്നതാണ് m × v ബൈ t. ഒരു സെക്കൻഡിൽ n ബുള്ളറ്റ്സ് ഷൂട്ട് ചെയ്താൽ n × mv ബൈ t തരും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നോക്ക്, n × mv ബൈ t എഴുതാം. ഇനി ഇവിടെ dn/dt ഈസ് ദ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് പെർ സെക്കൻഡ് എന്നാ. ഒരു സെക്കൻഡിൽ ഇത്ര ബുള്ളറ്റ് എന്നാ. അപ്പൊ ഇവിടെ ഞാൻ ക്യാപിറ്റൽ N ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബുള്ളറ്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബുള്ളറ്റ് എന്നും ടൈം ടിയുമാണെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ n കിട്ടും. ദാറ്റ് ഈസ് നോൺ ആസ് നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ്. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബുള്ളറ്റ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്യാപിറ്റൽ N/t ചെയ്താൽ നമ്പർ ഓഫ് ബുള്ളറ്റ് പെർ സെക്കൻഡ് കിട്ടും. അപ്പൊ ഒരു സെക്കൻഡിലെ ഫോഴ്സ് കാണാൻ ചോദിച്ചാൽ സ്മോൾ n × m × v എടുത്താലും മതി. ഡിപ്പെൻസ്, അത് ക്വസ്റ്റ്യൻ അകത്ത് തരുന്ന നമ്പർ ഓഫ് ബുള്ളറ്റിന്റെ കോൺസെപ്റ്റ് വെച്ച്. പക്ഷെ നിങ്ങൾ ഓർക്കുക, ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് mv/t ആണ്, അല്ലെങ്കിൽ dm × d × mv/t. സിംപ്ലി ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്താൽ മതി. ആ ബേസിക് കോൺസെപ്റ്റ് ആണ്. മാസും വെലോസിറ്റി ഒക്കെ എടുത്ത് പുറത്തിട്ടുകൊണ്ട് നമ്പർ ഓഫ് ബുള്ളറ്റ്സിന്റെ റേറ്റ് ചേഞ്ച് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. എ മെഷീൻ ഗൺ ഹാസ് എ മാസ് ഓഫ് 5 kg. ഇറ്റ് ഫയർസ് 50 gram bullets at a rate of 30 bullets per minute. എല്ലാവരും വിട്ടുപോകുന്നതും എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കീവേഡ് ആണ് 30 bullets per minute ആണ്. നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് പെർ സെക്കൻഡിലാണ്. അപ്പൊ പെർ സെക്കൻഡിൽ തന്നെ ഇട്ട് പോകും. ചിലപ്പോൾ അതിന്റെ ആൻസർ നമ്മൾ പെർ സെക്കൻഡ് ആണ് ഇതെന്ന് അസ്യൂം ചെയ്തു പോകും. ചിലപ്പോൾ ആ ആൻസർ ഓപ്ഷനിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കീവേഡുകൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ അത് പെർ മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. at a speed 400 meter per second. What force required to keep the gun in position? നമ്മൾ ഇപ്പൊ പഠിച്ചതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. എന്താ? F = dp/dt. ഇനി ഡയറക്റ്റ് ഇക്വേഷൻ ഓർമ്മയുള്ളവർക്ക് F = എന്താ? n × അല്ലെങ്കിൽ F = m × v × dn/dt. ഈ dn/dt നെയാണ് ഞാൻ സ്മോൾ n എന്ന് എഴുതിയത്, ടോട്ടൽ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് എന്ന് എഴുതിയത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, nmv എന്ന് എഴുതാം. ഓർത്തു വെക്കുക, മറന്നു പോകരുത്. n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇവിടെ എന്താന്നിരിക്കുന്ന നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ n = ടോട്ടൽ നമ്പർ ഓഫ് ബുള്ളറ്റ് എത്രയാ? 30 പെർ മിനിറ്റ് ആണ്. സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ബൈ 60. അപ്പൊ അത് 1/2 എന്ന് കിട്ടും.
അത് മറന്നു പോകരുത്, അത് തെറ്റിപ്പോകരുത്. അപ്പൊ n നമുക്ക് എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ m എന്ന് പറയുന്നത് മാസ് ഓഫ് ബുള്ളറ്റ് ആണ്. പലരും തെറ്റിക്കുന്ന കാര്യമാണ് അത്. m എന്ന് പറയുന്നത് മാസ് ഓഫ് ബുള്ളറ്റ് ആണ്. അത് തെറ്റിപ്പോകരുത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആദ്യം മെഷീൻ ഗണ്ണിന്റെ മാസ് ആണ്. നമുക്ക് അതല്ല വേണ്ട. ഇറ്റ് ഫയർസ് 50 ഗ്രാം ബുള്ളറ്റ് എന്നാണ്. അപ്പൊ ഇവിടെ മാസ് തന്നിരിക്കുന്നത് ഗ്രാമിലാണ്, കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 50 അല്ലേ 50 ഇൻറ്റു കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 10⁻³ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് ആക്കുന്നത് 10⁻³. അപ്പൊ ഇവിടെ നമുക്ക് ഞാൻ ഈ വാല്യൂ താഴോട്ട് എഴുതാവേ. സോ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു n എത്ര കിട്ടി മക്കളെ? n 1/2 50 ഇൻറ്റു 10⁻³ ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? 400 ആണ്. അപ്പൊ 4 ഇൻറ്റു 10⁻². സോറി 4 ഇൻറ്റു 10⁻² ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ എളുപ്പത്തിൽ ചെയ്യാം. ഇവിടെ ഒരു 10⁻1 ഉണ്ട്, 0 ഉണ്ട്. അത് ഇതുമായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് 10⁻² ആയിട്ട് മാറും അല്ലെ? ഈ 10⁻² ഈ 10⁻² ഇടാൻ കട്ടായി. അപ്പൊ നമുക്ക് ആകെ എത്ര കിട്ടി? 5 ഇൻറ്റു 4 20. 5 ഇൻറ്റു 4 20. കറക്റ്റ് അല്ലേ? യെസ്. 20 ഡിവൈഡഡ് ബൈ 2 10. ആൻസർ ഈസ് 10. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ഫൈനൽ ആൻസർ നമുക്ക് 10 എന്ന് കിട്ടും. 10 ന്യൂട്ടൺ എന്ന് കിട്ടും. ഫോഴ്സ് കാണാനാണ് ചോദിച്ചത്. ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ന്യൂട്ടൺസ് തേർഡ് ലോ. നമുക്കറിയാം തേർഡ് ലോ എന്ന് പറഞ്ഞാൽ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമുക്കറിയാം ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതേപോലെ നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആക്ട് ഓൺ ടു ഡിഫറെന്റ് ഒബ്ജക്ട്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആക്ട് ഓൺ ടു ഡിഫറെന്റ് ഒബ്ജക്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ. ഞാൻ ഇവിടെ ഒരു സർഫസിൽ m മാസുള്ള ഒരു ബ്ലോക്ക് വരച്ചു. അപ്പൊ നമുക്കറിയാം ഡൗൺവേർഡ് ഇവന്റെ വെയിറ്റ് mg ആക്ട് ചെയ്യും. അപ്വേർഡ് കോണ്ടാക്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് നോർമൽ റിയാക്ഷൻ. അപ്പൊ എല്ലാവരും പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ mg എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ mg അല്ല ആക്ഷൻ. ഈ വെയിറ്റ് കാരണം ഈ സർഫസിലേക്ക് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കിട്ടുന്നുണ്ട്. ആ സർഫസിനെ അയാൾ ഡീഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന ഡീഫോമിംഗ്, ഇവിടെ കിട്ടുന്ന ആ ഡീഫോമിംഗ് ഫോഴ്സ് ആണ് അവിടുത്തെ ആക്ഷൻ. ആ ഡീഫോമിംഗ് ഫോഴ്സിന് അഗൈൻസ്റ്റ് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് കിട്ടും. അതാണ് നോർമൽ റിയാക്ഷൻ. n ഈസ് നോർമൽ റിയാക്ഷൻ. പക്ഷെ നമ്മൾ എന്നിട്ട് എഴുതുന്നത് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കും. ആ ബ്ലോക്ക് മാത്രം ഇങ്ങോട്ട് എടുക്കും. ആ m മാസുള്ള ബ്ലോക്ക് മാത്രം എടുക്കും. ഫ്രീ ബോഡി ഡയഗ്രം എന്താണെന്നൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ സെൽഫ് വെയിറ്റ് ആയ mg താഴോട്ടും അതിന് കിട്ടിയ നോർമൽ റിയാക്ഷൻ എന്നും എടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ പറയും n ഈക്വൽ ടു mg. ആക്ച്വലി ദിസ് ഇക്വേഷൻ ഫ്രം ഫ്രീ ബോഡി ഡയഗ്രം n ഈക്വൽ ടു mg. അപ്പൊ എല്ലാവരും തെറ്റിദ്ധരിക്കും mg ആണ് ആക്ഷൻ. mg അല്ല ആക്ഷൻ. ഈ വെയിറ്റ് കാരണം താഴേക്ക് സർഫസിന് കിട്ടുന്ന ആ ഡീഫോമിംഗ് ഫോഴ്സ് ആണ് ആക്ഷൻ എന്ന കാര്യം ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആക്ട് ഓൺ ടു ഡിഫറെന്റ് ഒബ്ജക്ട്. ആക്ഷൻ ഡീഫോമിംഗ് ഫോഴ്സ് ടുവേർഡ്സ് ദ സർഫസ്, നോർമൽ റിയാക്ഷൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് ടുവേർഡ്സ് ദ ബോഡി. യെസ്, വളരെ സിമ്പിൾ ലോജിക് ആണ്, ഓർത്ത് വെക്കുക. ഇപ്പൊ അതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യുന്നു, ഇവിടെയും ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യുന്നു. ഈ രണ്ട് ബ്ലോക്കുകൾ ഇവിടെ ഒരു സർഫസിൽ ഇരിക്കട്ടെ. സപ്പോസ് നമ്മൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണ് F. അസ്യൂം ചെയ്യും ഇവിടെ ഇരിക്കുന്ന ബ്ലോക്കിന്റെ മാസ് m1 ആയിട്ടും ഇവിടെ ഇരിക്കുന്ന ബ്ലോക്കിന്റെ മാസ് m2 ആയിട്ടും നിങ്ങൾ അസ്യൂം ചെയ്യും. ഞാൻ ആക്ച്വലി ഫോഴ്സ് കൊടുത്തത് ആർക്കാണ്? m1ലേക്കാണ് ഫോഴ്സ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, m1ലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ m1 മാത്രമാണോ നീങ്ങുന്നത്? അല്ല, ആരും നീങ്ങുന്നുണ്ട്? m2 നീങ്ങുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും m1ന് ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ m2 നീങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും ഈ m1 m2ലേക്ക് ഒരു ആക്ഷൻ കൊടുക്കണം. m1 m2ലേക്ക് ഒരു ആക്ഷൻ കൊടുക്കണം. അപ്പൊ ഉറപ്പായിട്ടും m2 തിരിച്ച് m1ലേക്ക് റിയാക്ഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് ആക്ഷൻ റിയാക്ഷൻ പെയർ. അപ്പൊ ദിസ് ഈസ് ദി ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ദിസ് ഈസ് ദ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. ഓർത്ത് വെക്കുക, ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു 2 on 1. F12 always in magnitude wise equal, direction wise opposite ആയിരിക്കും. അപ്പൊ അതിന്റെ
ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ദിസ് ഈസ് കോൾഡ് ആക്ഷൻ റിയാക്ഷൻ പെയർ. ബട്ട് ഇവരുടെ സം എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആക്ട് ഓൺ 2 ഡിഫറെന്റ് ഓബ്ജക്റ്റ് ആണ്. ക്ലിയർ? അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ന്യൂട്ടന്റെ തേർഡ് ലോയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷന്റെ കുറച്ച് ആക്ഷൻ റിയാക്ഷൻ പെയറുകൾ എന്താണ്, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പോസ് ചെയ്യുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വായിച്ചു നോക്കുക. അടുത്ത ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇമ്പൾസ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇഫക്റ്റ് ഓഫ് എ ഫോഴ്സ് ഓർ മെഷർ ഓഫ് ആക്ഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്, ഇമ്പൾസ് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ഫോഴ്സ്. ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സിന്റെ ഇഫക്റ്റ് ആണ്. എപ്പോഴാ? when a large force acting for a short time interval and the force is known as impulsive force. ചിലർ ഇങ്ങനെ പറയും, ഇമ്പൾസ് ഈസ് ദി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഇന്റർവൽ. തെറ്റാണ്. ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഇന്റർവൽ ഇമ്പൾസ് അല്ല. ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഇന്റർവൽ ഈസ് ഇമ്പൾസീവ് ഫോഴ്സ് ആൻഡ് ദി ഇഫക്റ്റ് ഈസ് നോൺ ആസ് ഇമ്പൾസ്. ആൻഡ് ദി ഇഫക്റ്റ്, അതിന് ആ ഇഫക്റ്റിനെയാണ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പം ഒരു ആണി എടുത്തിട്ട് ചുറ്റിക വെച്ച് ഇങ്ങനെ ഭിത്തിക്ക് അടിക്കുന്നു, സച്ചിൻ ടെണ്ടുൽക്കർ സിക്സർ അടിക്കുന്നു, അപ്പൊ അത് ലാർജ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത് ഫോർ എ സ്മോൾ ടൈം ഇന്റർവൽ, ഫോർ എ ഷോർട്ട് ടൈം ഇന്റർവൽ. ആ ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ്. ദാറ്റ് ഇഫക്റ്റ് ഈസ് നോൺ ആസ് ഇമ്പൾസ്. ഇത് നമുക്ക് ഇമ്പൾസുമായിട്ട് അവിടെ എന്താന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇമ്പൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഞാനിപ്പോ പറഞ്ഞു, ഇമ്പൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ പറയാറുണ്ട്, ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് force and time duration. Actually, impulse is defined as large force for a short time interval. I is equal to f into dt. This is short time interval. What is f? By second law, what is f? F is equal to dp by dt. Into dt. അപ്പോൾ ഈ dt കട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇമ്പൾസ് കിട്ടി dp, which means that impulse is also known as change in momentum. Impulse is also known as change in moment. ഇമ്പൾസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അടിപൊളി കോൺസെപ്റ്റ് ആണ്, ഇതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ ഒരു വോൾ ഉണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. ഇതൊരു വോൾ ആണെന്ന് അസ്യൂം ചെയ്യുക. ഒരു വോളാണ്. ഈ വോളിലോട്ട് ഞാൻ ഒരു ക്രിക്കറ്റ് ബോൾ എടുത്ത് എറിയുക. ഒരു m മാസ് ഉള്ള ഒരു ക്രിക്കറ്റ് ബോൾ u സ്പീഡിൽ എറിയുക. ഇതിവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് v സ്പീഡിൽ റീബൗണ്ട് ചെയ്തെന്നും വിചാരിക്കുക. ഞാൻ ഡയറക്ഷൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് റീബൗണ്ട് ചെയ്തെന്ന് വിചാരിക്കുക. നമ്മൾ പഠിച്ചത് ഇമ്പൾസ് ഈസ് ഓൾസോ നോൺ ആസ് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഇവിടെ ശ്രദ്ധിച്ചപ്പോൾ ഇവിടുത്തെ ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എന്തെടുത്താൽ മതി? ചേഞ്ച് ഇൻ മൊമെന്റം എടുത്താൽ. ചേഞ്ച് ഇൻ മൊമെന്റം എങ്ങനെ കാണാം? ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ആണ്. ഫൈനൽ മൊമെന്റം ആരാ? mv മൈനസ് ഇനിഷ്യൽ മൊമെന്റം ആരാ? mu. സോ ഇമ്പൾസ് ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം, m into v minus u. കണ്ടോ? ഇമ്പൾസ് ഈസ് ഓൾസോ നോൺ ആസ് ചേഞ്ച് ഇൻ മൊമെന്റം, m into v minus u. എന്നിട്ട് ഇവിടെ വിന്റെ യുവിന്റെ ഡയറക്ഷൻ ഒക്കെ നോക്കണം. ഇവിടെ ഡയറക്ഷൻ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ മാഗ്നിറ്റ്യൂഡ് വൈസേ പറഞ്ഞിട്ടുള്ളൂ. കോൺസെപ്റ്റ് ക്ലിയർ? വളരെ ഈസി ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, ഈസി ആയിട്ട് പഠിച്ചു വെക്കാവുന്ന കാര്യങ്ങളാണ്. ഇമ്പൾസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഫോഴ്സും വേരിയബിൾ ഫോഴ്സും, കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ഇമ്പൾസ് ഐ എന്നും ജെ എന്നും ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇമ്പൾസ് കാണാൻ ഫോഴ്സ് ഇൻറ്റു ടൈം ഇന്റർവൽ ഡെൽറ്റ ടി എന്ന് എടുത്താൽ മതി, ഡയറക്റ്റ് എടുത്താൽ മതി. ഇനി വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ, ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ എഫ് ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞ് നമ്മൾ ഇന്റഗ്രേഷണൽ മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഈ ഗ്രാഫ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇതൊരു ഈ ഗ്രാഫ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇതൊരു ഫോഴ്സ് ടൈം ഗ്രാഫ് ആണെന്ന് അസ്യൂം ചെയ്യും. ഒരു ഫോഴ്സ് ടൈം ഗ്രാഫ് ആണെന്ന് അസ്യൂം ചെയ്യും. ഇത് ഫോഴ്സ് ആണ്, ഇവിടെ ടൈം ആണ്, ഫോഴ്സ് ടൈം ഗ്രാഫ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചുമ്മാതെ ഒരു ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഓർത്ത് വെച്ചോണം, ഫോർ ആൻ എഫ് ടി ഗ്രാഫ്, ഒരു ഫോഴ്സ് ടൈം ഗ്രാഫില് ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്തെടുത്താൽ മതി? ഏരിയ എടുത്താൽ മതി. ഏരിയ ഓഫ് എഫ് ടി ഗ്രാഫ് gives impulse. Area of FT graph gives
ഇമ്പൾസ്. അതായത് ഒരു ഫോഴ്സ് ടൈം ഗ്രാഫ് ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ നിങ്ങൾ ഇങ്ങനെ അങ്ങ് എടുക്കണം. ടൈം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ടോട്ടൽ ഏരിയ കൺസിഡർ ചെയ്താൽ മതി. ടോട്ടൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് തരുന്ന ഫോഴ്സ് ടൈം ഗ്രാഫ്, ഇത് ഫോഴ്സ് ആണ്, സോറി ഇത് ഫോഴ്സ് ആണ്, ഇവിടെ ഫോഴ്സ് ആണ്, ഇത് ടൈം ആണ്, അതായത് എഫ് ആണ്, ഇത് ടൈം ടി ആണ്. സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ദിസ് ഈസ് ഫോഴ്സ് ഈസ് വേരിയബിൾ. ഫോഴ്സ് വേരിയബിൾ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ഒരു ചെറിയ എലമെന്റ് കൺസിഡർ ചെയ്യും, ഒരു സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്യും. കണ്ടോ? ഈ സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതാ ഈ സ്മോൾ ടൈം ഇന്റർവെൽ ഡി ടി എന്ന് അസ്യൂം ചെയ്യാം. ആ സ്മോൾ ടൈം ഇന്റർവെല്ലിലുള്ള ഈ കാണുന്ന കറസ്പോണ്ടിങ് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അവിടുത്തെ ഫോഴ്സ് സ്മോൾ ഫോഴ്സ് എഫ് ആണ്, അതിന്റെ കറസ്പോണ്ടിങ് ടൈം ഡി ടി ആണ്. അവിടുത്തെ ഇമ്പൾസ് ഞാൻ ഡി ഐ എന്ന് വിളിക്കുന്നു. ടോട്ടൽ കാണാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ടൈം ചേഞ്ചസ് ഫ്രം 0 to t. സോ therefore ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഇൻറ്റു ഡി ടി ടൈം ചേഞ്ചസ് ഫ്രം 0 to t. നമ്മൾ അവിടെ ഇന്റഗ്രേഷണൽ മെത്തേഡ് യൂസ് ചെയ്യും. അതാണ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസ് രണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായി? ഓക്കെ അല്ലേ? യെസ്. നമുക്ക് നോക്കാം. An impulse is supplied to a moving object with a force at an angle 120 degree with respect to the velocity vector. അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, വെലോസിറ്റി വെക്ടർ ഇങ്ങോട്ടാണ്. ഈ വെലോസിറ്റി an impulse is supplied to a moving object. ഇവിടെ നോക്കി, ഇമ്പൾസ് ആണ് കൊടുത്തത് to a moving object at an angle 120 degree. ഓക്കെ, തീറ്റ 120 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, 120 ഡിഗ്രി വെലോസിറ്റി വെക്ടർ ആയിട്ട് 120 ഡിഗ്രിയിലാണ് കൊടുക്കുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ഇമ്പൾസ് വെക്ടർ ആൻഡ് ചേഞ്ച് ഇൻ മൊമെന്റം. ആംഗിൾ ബിറ്റ്വീൻ ഇമ്പൾസ് വെക്ടർ, ഇമ്പൾസ് നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. ഇമ്പൾസ് ഈസ് ഓൾസോ നോൺ ആസ് ചേഞ്ച് ഇൻ മൊമെന്റം. ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. ബിക്കോസ് ദേ ആർ പാരലൽ. ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെന്റ് ഒരേ ഡയറക്ഷനിലായിരിക്കും. സോ അത് 0 ഡിഗ്രി ആയിരിക്കും. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഗ്രാഫ് ആണ്. കണ്ടോ? കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ് ഏരിയ എടുക്കാം. ഇത് ഇൻക്രീസിങ് ഡിക്രീസിങ് വരുന്നുണ്ട്. ഇൻക്രീസിങ് ഓൺലി, നോൺ യൂണിഫോം ആണെങ്കിൽ ഇന്റഗ്രേഷണൽ മെത്തേഡ് വെച്ച് ചെയ്യാമെന്ന് നമ്മളിപ്പോ പറഞ്ഞ് മൈൻഡപ്പ് ചെയ്ത കാര്യം തന്നെയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഫോഴ്സ് ടൈം ഗ്രാഫ് ഫോർ എ ലീനിയർ മോഷൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ ലീനിയർ മൊമെന്റം ഗെയിൻഡ് ബിറ്റ്വീൻ 0 to 8 സെക്കൻഡ്. നമുക്ക് തന്നിരിക്കുന്നത് എഫ് ടി ഗ്രാഫ് ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലീനിയർ മൊമെന്റം ആണ്. നമുക്കറിയാം ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താ? ഇമ്പൾസ് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇമ്പൾസ് ആണ്. അത് നമുക്കറിയാം. ഈ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. നമ്മളോട് ചോദിച്ചത് ലീനിയർ മൊമെന്റം ഗെയിൻഡ് എന്നാ ചോദിച്ചത്. അതായത് അവിടുത്തെ ലീനിയർ മൊമെന്റത്തിന്റെ ചേഞ്ച് എത്ര എന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഇമ്പൾസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഫോഴ്സ് ടൈം ഗ്രാഫ് ആണ്. നമുക്കറിയാം ഏരിയ ഓഫ് എഫ് ടി ഗ്രാഫ് gives impulse. Area of FT graph gives impulse. നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ആൻസർ 0 ആയിരിക്കും. എങ്ങനെ? ഇവന്റെ ഏരിയ എടുത്താൽ നിങ്ങൾ നോക്കിക്കേ, ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ ഇത് 2, ഇത് 2, അത് ഹാഫ് ബി എച്ച് എടുത്താൽ മതി. ഇത് തന്നെയാണ് ഇത്, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. ഇത് എളുപ്പം നമ്മളൊരു എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ ഇന്ന് ചെയ്യുക എന്നുള്ളതല്ലല്ലോ, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ. ഇവന്റെ ഇത് ഹൈറ്റ് 2ഉം ഇത് 2ഉം അല്ലേ? അത് തന്നെയല്ലേ ഈ കാണുന്നത്? ഇത് 2ഉം ഇത് 2ഉം അല്ലേ? അപ്പം ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്, ക്യാൻസൽ ഔട്ട് ആയി. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, ക്യാൻസൽ ഔട്ട് ആയി. അങ്ങനെ ആലോചിക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന വലിയ ട്രയാങ്കിളിന്റെ 2 കഷ്ണങ്ങളല്ലേ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, ഇത് വാല്യൂ നെഗറ്റീവ് ആണ്. ഏരിയ എടുക്കുമ്പോൾ ഇതുമായിട്ട് ക്യാൻസൽ ഔട്ട് ആയി പോകും. അപ്പൊ നെറ്റ് എന്ന് പറയുന്നത് എത്ര വരും? ഇമ്പൾസ് നെറ്റ് എന്ന് പറയുന്നത് 0 വരും. ദ ലീനിയർ മൊമെന്റം ഗെയിൻഡ് ബിറ്റ്വീൻ 0 to 8 എന്ന് പറയുന്നത് 0 to 8 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 0 വരും. അഗെയിൻ 0 വരും. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? യെസ്. ആപ്ലിക്കേഷൻ ഓഫ് ഇമ്പൾസ്.
ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഇന്റർവൽ. അതായത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ ഫോഴ്സ് കൊടുക്കുക. ഫുട്ബോൾ കിക്ക് ചെയ്യുന്നത്, ബാറ്റ് അടിക്കുന്നത്, ഇത് ഇമ്പൾസിന്റെ കോൺസെപ്റ്റ്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് നിങ്ങളത് വായിച്ചൊക്കെ നോക്കുക. അതുപോലെ നമ്മുടെ സീറ്റ് ബെൽറ്റിന്റെ കോൺസെപ്റ്റ്, സീറ്റ് ബെൽറ്റ് എന്നൊക്കെ പറയുന്നത് ഇമ്പൾസ് ആണ്, ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഇന്റർവൽ ആണ്. അപ്പൊ അതായത് നമ്മള് സീറ്റ് ബെൽറ്റ്, നിങ്ങൾ കാറിന്റെ സീറ്റ് ബെൽറ്റ്, കാറിൽ കയറിയിട്ട് സീറ്റ് ബെൽറ്റിൽ ടക്കേന്നൊന്ന് വലിച്ചു നോക്കി, പെട്ടെന്ന് ഒരൊറ്റ ജർക്ക്, ഒറ്റ വലിച്ച് അത് വലിഞ്ഞു വരുത്തില്ല. വൈ? ലാർജ് ഫോഴ്സ് അവിടെ. പക്ഷെ പകരം നിങ്ങൾ അതേ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ പിടിച്ചൊന്ന് പുഷ് ചെയ്ത് അത് ഇങ്ങി പോരും, ഇങ്ങനെ നീങ്ങി വരും. അപ്പൊ അവിടെ ലാർജ് ഫോഴ്സ് കിട്ടണം. ആ ലാർജ് ഫോഴ്സ് കിട്ടുന്ന ഇമ്പാക്ട് വെച്ചിട്ടാണ് ആ സീറ്റ് ബെൽറ്റ് അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ്. അതുപോലെ ഒരു ക്രിക്കറ്റ് പ്ലെയർ ബോൾ സേഫ് ആയിട്ട് ക്യാച്ച് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സച്ചിൻ ടെണ്ടുൽക്കറിനെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാര്യം നമ്മൾക്ക് സച്ചിൻ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് ഏതൊരു ക്രിക്കറ്റ് പ്ലെയറും ഉള്ളൂ, അതുകൊണ്ടാണ് സച്ചിനെ തന്നെ കൊടുക്കുന്നത്. ധോണി ഫാൻസും മറ്റാൾക്കാരും ആരും, വിരാട് കോഹ്ലി ഫാൻസ്, രോഹിത് ശർമ്മ ഫാൻസ് ഒന്നും നമ്മളെ വഴക്ക് പറയാൻ വരരുത്. സച്ചിൻ കഴിഞ്ഞിട്ട് വേറെ ആരുമുള്ളൂ. യെസ്, വരൂ. അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ക്യാച്ച് ചെയ്യുന്നു. അദ്ദേഹം ക്യാച്ച് ചെയ്യുമ്പോൾ, അദ്ദേഹം ഏതൊരു ഫീൽഡർ ക്യാച്ച് ചെയ്യുമ്പോഴും കൈ ഡൗൺവേർഡ് ഇങ്ങനെ മൂവ് ചെയ്യും. എന്തിനാ അങ്ങനെ മൂവ് ചെയ്യുന്നത്? നമുക്കറിയാം ഇമ്പൾസ് എന്ന് പറയുന്നത് ലാർജ് ഫോഴ്സ് ആണ്, അല്ലെ? ലാർജ് ഫോഴ്സ് ആണ് ഫോർ എ ഷോർട്ട് ടൈം ഇന്റർവൽ ആണ്. അല്ലെങ്കിൽ സിംപിളി നിങ്ങൾക്ക് സെക്കൻഡ് ലോ വെച്ചിട്ട് വേണേൽ എക്സ്പ്ലെയിൻ ചെയ്യാം. F = dp/dt ആണ്, അങ്ങനെയും പറയാം. dp/dt ആണ്. കാര്യം ഇമ്പൾസുമായിട്ട് ഇതിന് ചേഞ്ച് ഇൻ മൊമെന്റുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു ക്രിക്കറ്റ് പ്ലെയർ കൈ താഴോട്ട് മൂവ് ചെയ്യുന്തോറും, കൈ ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യുന്തോറും ടൈം ഓഫ് കോണ്ടാക്ട് കൂടും, ടൈം കൂടും. അപ്പൊ ടൈം കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അപ്പൊ ഫോഴ്സ് കുറഞ്ഞാൽ ഇതിന്റെ ഇഫക്റ്റും കുറയും. അപ്പൊ അതൊരു സേഫ് ക്യാച്ച് ആയിരിക്കും, സേഫ് ആയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കും കേട്ടോ. when catching a ball, a player move their hands backward to increase the time of impact, reducing the force. അത്രേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇത് ഇമ്പൾസിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഒരു ബോൾ എടുത്ത് ഇൻക്ലൈൻഡ് ആയിട്ട് എറിയുന്നു തീറ്റ ആംഗിൾ, എന്നിട്ട് അത് തീറ്റ ആംഗിളിൽ തന്നെ റീബൗണ്ട് ചെയ്യുന്നു. വെലോസിറ്റി സ്പീഡിന് ചേഞ്ച് ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇമ്പൾസ് ഇമ്പാർട്ടഡ് ഓൺ ദ ബോൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. അലോങ് ദി എക്സ് ആക്സിസിൽ അത് 2mu cos θ ആയിരിക്കും, അലോങ് ദ വൈ ആക്സിസ് 0 ആയിരിക്കും. അതിന്റെ ഡെറിവേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇത് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഡെറിവേഷൻ വേണോ? ആക്ച്വലി ഡെറിവേഷന്റെ ആവശ്യമില്ല, പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. അതായത് ഡെറിവേഷന്റെ ആവശ്യമില്ല, അതാണ് സത്യം. എന്നാലും ആർക്കെങ്കിലും സമാധാനം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പെട്ടെന്നൊന്ന് പറയുകയാണ്. അതായത് ഒന്നുമില്ല, ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു വിടും. ഇത് ഡെറിവേഷൻ വേണ്ട, ഓൾറെഡി അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് നേരെ അടുത്ത ഡിസ്കഷനിലോട്ട് പൊക്കോളൂ കേട്ടോ. യെസ്, ഇതാ ഇവിടെ നോക്കിക്കോളൂ. ഇതൊരു തീറ്റ ആംഗിൾ ആണ്. ബോൾ വന്ന് വീഴുന്ന വെലോസിറ്റി u ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റം mu ആണ്, m മാസ് ഉള്ള ബോഡി. അപ്പൊ ഇവിടെ ഉറപ്പായിട്ടും നമുക്ക് രണ്ട് കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും. അപ്പൊ ഇത് mu cos θ ആയിരിക്കും, അല്ലേ? അപ്പൊ ഇത് mu sin θ ആയിരിക്കും. ഇനി ബോൾ റീബൗണ്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് അതേ u വെലോസിറ്റിയിലാണ്, u സ്പീഡിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ തന്നെയാണെന്ന് പറയുന്നുണ്ട്. സോ ഈ ആംഗിൾ തീറ്റയാണ്. സോ ഇത് mu cos θ ആണ്. എഗെയിൻ ഇത് mu sin θ ആയി, അത്രേ ഉള്ളൂ. ഇനിയും നമ്മളോട് ചോദിച്ചു, അത് ഞാൻ റിസോൾവ് ചെയ്ത് വെച്ചു. നമ്മളോട് ചോദിച്ചത് ഇമ്പൾസ് കാണാനാണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം തന്നെയാണെന്ന് ഓർക്കുക. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം അലോങ് എക്സും നമുക്ക് ചെയ്യാം, ചേഞ്ച് ഇൻ മൊമെന്റം അലോങ് വൈയും നമുക്ക് ചെയ്യാം. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എക്സ് കാണാൻ, ചേഞ്ച് ഇൻ മൊമെന്റം അലോങ് എക്സ് കാണാൻ എക്സിന്റെ ഫൈനൽ മൈനസ് എക്സിന്റെ ഇനിഷ്യൽ എടുക്കാം. ഇനി അതിനു മുമ്പ് ഇത് മൊമെന്റം ആയതുകൊണ്ട് തന്നെ സൈൻ കൺവെൻഷൻ നോക്കണം. വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇത് റൈറ്റിലോട്ട് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്, ഇത് ഡൗൺവേർഡ് ആയതുകൊണ്ട് നെഗറ്റീവ് ആണ്. ഇത് ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട് നെഗറ്റീവ് ആണ്, ഇത് ഡൗൺവേർഡ് ആയതുകൊണ്ട് നെഗറ്റീവ് ആണ്. എക്സ് ആക്സിസിലേത് മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുകയാണ്. എക്സ് ആക്സിലെ മാത്രം നോക്കിയാൽ എക്സിലെ ഫൈനൽ മൈനസ് എക്സിലെ ഇനിഷ്യൽ. അപ്പൊ ഇതേ മൈനസ് ഇത്, അപ്പൊ മൈനസ് ഇത് മൈനസ് വരും. അപ്പൊ മൈനസ് ഓഫ് മൈനസ്, അതായത് ഇത് മൈനസ് വരും, മൈനസ് ഇത് വരും. അപ്പൊ -2mu cos θ, -2mu cos θ. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ അത് 2mu cos θ എന്ന് കിട്ടിക്കോളും. ഇനി y ആക്സിസിലേത് നമ്മൾ എടുക്കുമ്പോൾ y ആക്സിസിലെ ഫൈനൽ മൈനസ് y ആക്സിസിലെ ഇനിഷ്യൽ. അപ്പൊ നമ്മൾ വീണ്ടും അവിടെ ഒരു മൈനസ് കൂടെ കൊടുത്തു. y ആക്സിസിലെ ഫൈനൽ അത് -mu sin θ ആണ്. മൈനസ്
ഇനിഷ്യൽ. അപ്പൊ അതിന് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പൊ അത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. അപ്പൊ ഇത് പ്ലസും ഇത് മൈനസും ഇത് പ്ലസും ആയി കട്ടായി പോയിട്ട് ചേഞ്ച് ഇൻ മൊമെന്റ് അലോങ് y ഡയറക്ഷൻ 0. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റ് ഓൺലി അലോങ് x ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിലെ ചേഞ്ച് ഇൻ മൊമെന്റ് ഉള്ളൂ, എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് ഉള്ളൂ. നെറ്റ് ഫോഴ്സ് എക്സ് ഡയറക്ഷനിലുള്ള, അതാണ് അതിന്റെ റീസൺ. അപ്പൊ അത് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ഡയറക്ഷനിൽ 2mu cos θ, ഇത് y ഡയറക്ഷനിൽ 0 ആയിട്ട് മാറി. ക്ലിയർ? ഓക്കെ ആണോ? യെസ്. A 1 kilogram particle strikes a ball with a velocity 1 meter per second at an angle 30 degree with the ball. 30 degree with the ball. ശ്രദ്ധിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമ്മൾ തീറ്റ ആംഗിൾ എടുത്തിരിക്കുന്നത് ബോളുമായിട്ടാണോ? അല്ല, തീറ്റ ആംഗിൾ എടുത്തിരിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ ലൈനുമായിട്ടാണ്. പക്ഷെ അവിടെ നമുക്ക് തന്നിരിക്കുന്നത് 30 ഡിഗ്രി വിത്ത് ബോൾ ആണ്. അപ്പൊ നമ്മൾ ഈ ആംഗിൾ തീറ്റ എടുക്കേണ്ടത് 60 ആണ്. അത് മറന്നു പോകരുത്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. A 1 kg particle strikes a ball with a velocity 1 meter per second at an angle 30 degree with the ball. കണ്ടോ? അപ്പൊ ഇതാണ് ബോൾ എങ്കിൽ ബോൾ ഇങ്ങനെ വന്ന് വീഴുന്നു, ഈ ആംഗിൾ 30 ആണ്. അപ്പൊ ഈ കാണുന്ന ആംഗിൾ 60 ആണ്. നമ്മൾ ഈ 60 എടുക്കാവുള്ളൂ, എന്നിട്ട് അത് റീബൗണ്ട് ചെയ്യും. നമ്മൾ ആ 60 എടുക്കാവുള്ളൂ. യെസ്. Reflect at the same angle if it remains in contact with the ball 0.1 second, then force കാണാനാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ്. പക്ഷെ ചേഞ്ച് ഇൻ മൊമെന്റം ഉള്ളി എലോങ് എക്സ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചേഞ്ച് ഇൻ മൊമെന്റം എലോങ് എക്സ് എടുക്കാൻ പോവാണ്. അതെന്ന് പറയുന്നത് 2mu cos θ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മാസ് എത്രയാണ്? 1 കിലോഗ്രാം ആണ്. വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. തീറ്റ 60 ആണ്. cos 60 1/2 ആണ്. സോ ആൻസർ നമുക്ക് 1 എന്ന് കിട്ടും അല്ലെ? 2 വെട്ടിപ്പോയി 1 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് ഫോഴ്സ് കാണാനാണ്. F is equal to dp/dt ആണ്. F 1 ആണ്, ടൈം 0.1 സെക്കൻഡ് ആണ്. അപ്പൊ 0.1 എന്ന് പറയുമ്പോൾ 1/10 ആണ്. സോ നമുക്ക് എത്ര കിട്ടി? 10 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് കിട്ടും. അല്ല സോറി, ഫോഴ്സ് അല്ലേ, ഫോഴ്സ് അല്ലേ, 10 ന്യൂട്ടൺ എന്ന് കിട്ടും. 10 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4. ഓക്കെ അല്ലേ? നമുക്ക് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വലിയ കാര്യമൊന്നുമില്ല. അടുത്തത്, എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. ദ ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ് ഈസ് ഗിവൺ ബൈ F is equal to 600 minus 2 into 10 raised to 5t, where F is in Newton and T is in second. The force on the bullet becomes 0. ഇതാണ് കീവേഡ്. Force on the bullet becomes 0 as soon as it leaves the barrel. What the average impulse imparted എന്നാണ് ചോദിച്ചിരിക്കുന്നത്. What is the average impulse imparted? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക ഫോഴ്സ് 600 minus 2 into 10 raised to 5t എന്നാണ്. ഫോഴ്സ് F is equal to 600 minus 2 into 10 raised to 5t എന്നാണ്. 2 into 10 raised to 5t എന്നാണ്. Which means that this force is depends on time. Which means that force is variable. ഫോഴ്സ് വേരിയബിൾ ആണ്. നമ്മളോട് കാണാൻ ചോദിച്ചത് ഇമ്പൾസ് ഇമ്പാർട്ടഡ് ആണ്. അപ്പൊ ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇമ്പൾസ് I is equal to ഇന്റഗ്രൽ F dot dt ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ടൈം ചേഞ്ചസ് ഫ്രം 0 to എത്ര ടൈം അവർ തന്നിട്ടുണ്ട്? ആവറേജ് ഇമ്പൾസ് 0 to t, ടൈം 0 to t ആണ്. അപ്പം ടൈമിന്റെ ലിമിറ്റ് നമ്മൾ കൊടുക്കണം. 0 ഇനിഷ്യൽ ടൈം 0, ഫൈനൽ t നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് F നെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഫൈനൽ ടൈം എങ്ങനെ കാണാം? ക്വസ്റ്റ്യൻ അത് അവരെന്ത് പറയുന്നുണ്ട്? വേറെ ദ ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ് ബിക്കം 0. ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ് ബിക്കം 0. ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ ഫോഴ്സ്? F is equal to 600 minus 2 into 10 raised to 5t. This becomes 0 എന്ന് പറയുന്നു. ഇത് 0 ആവും എന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് എഴുതാം? 600 equal to 2 into 10 raised to 5t എന്ന് എഴുതാം. അപ്പൊ ഇവനെയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 300 കിട്ടും. ഈ 300ന്റെ 2 0, ഇവിടുന്ന് 2 0 കട്ട് ചെയ്ത് 10 raised to 3 ആവും. അപ്പൊ ടൈം നമുക്ക് കിട്ടും, ഇത് 3 ആണ്, ഇത് 10 raised to 3 ഡിനോമിനേറ്റർ, അപ്പൊ അത് മുകളിലോട്ട് പോകും. അപ്പൊ 3 into 10 raised to minus 3 സെക്കൻഡ് എന്ന് കിട്ടും. നമുക്ക് ടൈം കിട്ടി. അപ്പൊ ടൈമും കിട്ടി, ഫോഴ്സിന്റെ റിലേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ ഇമ്പൾസ് I is equal to ഇന്റഗ്രൽ F എത്രയാണ്? 600 minus 600 minus 2 into 10 raised to 5t. Okay, 5t into dt. 5t into dt. Time changes from 0 to t. T യുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. സോ I is equal to നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാം.
600 ഇൻറ്റു ഡി ടി എന്ന് പറയുമ്പോൾ 600 ടി എന്ന് വരും. 600 ടി മൈനസ് 2 ഇൻറ്റു 10⁵ കോൺസ്റ്റന്റ് ആണ്. ടീനെ വിത്ത് റെസ്പെക്ട് ടു ഡി ടിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ ഇവിടെ നിന്ന് T2 കട്ട് ചെയ്ത് കളയാം. ഇവിടെ ലിമിറ്റ് എത്ര വരും? 0 ടു ടി ആണ്. ടി എത്രയാണ്? 3 ഇൻറ്റു 10⁻³ 3. 3 ഇൻറ്റു 10⁻³ ഇനി നമുക്ക് ലോവർ ലിമിറ്റ് 0 ആണ്, അത് മൈൻഡ് ചെയ്യേണ്ട. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. സോ എഫ് ഇസ് ഇമ്പൾസ് ഐ ഇസ് ഈക്വൽ ടു ഇവിടെ 600 ടി അല്ലേ, 600 ടി മൈനസ് 5 ഇൻറ്റു 10⁻² അല്ലേ, സോറി 5 ഇൻറ്റു 10⁻² അല്ലല്ലോ, 10⁻5 ഇൻറ്റു ടി സ്ക്വയർ അല്ലേ, 10⁻5 ടി സ്ക്വയർ ലിമിറ്റ് 0 ടു 3 ഇൻറ്റു 10⁻³ 3 ഇൻറ്റു 10⁻³ ആണ്. ലോവർ ലിമിറ്റ് വേണ്ട, കാര്യം ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് മാത്രം എടുത്താൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു 600 ഇൻറ്റു അപ്പർ ലിമിറ്റ് 3 ഇൻറ്റു 10⁻³ മൈനസ് 10⁻5 ഇൻറ്റു അപ്പർ ലിമിറ്റ് ടി സ്ക്വയർ കൊടുക്കണം. അപ്പൊ 3ന്റെ സ്ക്വയർ 9 ഇൻറ്റു 10⁻³ സ്ക്വയർ 10⁻6 ഓക്കെ അല്ലേ. ഇത് 3 ഇൻറ്റു 6 18, 3 ഇൻറ്റു 6 18. ഇവിടെ 10⁻² ഉണ്ട്, ഇവിടെ 10⁻⁻1 ഉണ്ട്. അപ്പൊ ഇവിടെ -3 ഉണ്ട്, കട്ട് ചെയ്യുമ്പോൾ 10⁻⁻1 വരും. 3 ഇൻറ്റു 6 18. ഇവിടെ 10⁻² ഉണ്ട്, അത് ഇതുമായിട്ട് കട്ട് ചെയ്യാം. അപ്പൊ 10⁻⁻1 വരും. മൈനസ് ഇവിടെ 10⁻5 ഇതിലൂടെ കട്ട് ചെയ്യാം. അപ്പൊ ഇത് 9 ഇൻറ്റു 10⁻² അല്ലേ, 9 ഇൻറ്റു 10⁻⁻1 വരും. അപ്പൊ ഇവിടെ രണ്ടിടത്തും 10⁻⁻1 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 18 9 പോയാൽ 9 ഇൻറ്റു 10⁻⁻1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9 ന്യൂട്ടൺ സെക്കൻഡ്സ്. ഇമ്പൾസ് കാണാനാണ് ചോദിച്ചത്. 0.9 ന്യൂട്ടൺ സെക്കൻഡ്സ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. 0.9 ഓപ്ഷൻ 3. വളരെ രസകരമായ ക്വസ്റ്റ്യൻ ആയിരുന്നു, കുറച്ച് ചെയ്യാനുണ്ട്, പക്ഷെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയില്ല. ഇന്റഗ്രേഷൻ ഇത്ര സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് അത് JEE എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഓൾവേസ് കൺസർവ്ഡ്. അതാണ് ആൻസർ, അതാണ് സ്റ്റേറ്റ്മെന്റ്, അതാണ് കോൺസെപ്റ്റ്. അതായത് ഇത്രേ ഉള്ളൂ. മൊമെന്റം കൺസർവ്ഡ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അല്ലെങ്കിൽ F is equal to dp/dt എന്നാണ് പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞത് എന്താ? ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, മക്കളെ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, നമുക്ക് എന്ത് പറയാൻ പറ്റും? dp/dt 0 ആണെന്ന് പറയാൻ പറ്റും. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ dp/dt 0 ആണ്. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, dp ഈക്വൽ ടു 0. കാര്യം എന്താ? dp/dt 0 ആയ അപ്പൊ എന്തായാലും dt 0 ആവത്തില്ല, ടൈം ആണ്, ടൈം 0 ആവില്ല. അപ്പൊ dp 0 ആവും. ഇഫ് dp is 0, ചേഞ്ച് ഇൻ മൊമെന്റം 0, which means that p is a constant. dp equal to 0 അല്ലെങ്കിൽ p is a constant. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, what is dp? dp എന്ന് പറയുന്നത് p final മൈനസ് p initial ആണ് 0. എന്ന് വെച്ചാൽ p final ഈക്വൽ ടു p initial ആയിരിക്കും. p final m2v2, p initial m1v1. എപ്പോ എടുത്താലും മൊമെന്റം സെയിം ആയിരിക്കണം. ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം സെയിം, ദാറ്റ് ഈസ് ടോട്ടൽ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ തിയറം ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ബേസിക് ആപ്ലിക്കേഷൻ, ബേസിക് കോൺസെപ്റ്റ് ആണ്. അത് നമ്മൾ ഒരു കൊളീഷൻ വഴി, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. m1 മാസ് u1 സ്പീഡ്, m2 മാസ് u2 സ്പീഡ് വരുന്നു. u1 ഗ്രേറ്റർ ദാൻ u2 ആണെങ്കിൽ ഇത് ഇതേ വന്ന് കൊളീഷൻ നടത്തിട്ട് ഈ ഫസ്റ്റ് മാസ് ഇതിലേക്ക് എന്ത് കൊടുക്കും? ഒരു ആക്ഷൻ കൊടുക്കുമ്പോൾ സെക്കൻഡ് മാസ് തിരിച്ച് റിയാക്ഷൻ കൊടുക്കും. എന്നിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അവരുടെ വെലോസിറ്റി v1 v2 ആയിട്ട് മാറും. ഇനിഷ്യൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഓൾവേസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ആയിരിക്കണം. ബിക്കോസ് ഇവിടെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. കാര്യം ഈ ടോട്ടൽ സിസ്റ്റത്തിൽ ഫോഴ്സ് ഉണ്ട്, പക്ഷെ അവിടുത്തെ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. വൈ? ഫോഴ്സ് ഓൺ ഡ്യൂ ടു 1 ഈക്വൽ ടു ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 ആണ്. അപ്പൊ അത് ക്യാൻസൽ ഔട്ട് ആയിപ്പോ. അവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 ആയിപ്പോ. അപ്പൊ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ഇനിഷ്യൽ മൊമെന്റം എന്താ? m1u1 പ്ലസ് mdu2 ഈക്വൽ ടു m1v1 പ്ലസ് m2v2 ആയിരിക്കണം എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്, ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതിന്റെ ആപ്ലിക്കേഷനിൽ കൂടെ തന്നെ നമുക്ക്
ബുള്ളറ്റ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സിമ്പിൾ ലോജിക് ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് പെട്ടെന്ന് പറഞ്ഞു വിടാം, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഇതൊരു ഗൺ ആണെന്ന് വിചാരിക്കുക, ഒരു ഗണ്ണാണ്. ഈ ഗണ്ണിനകത്തൊരു ബുള്ളറ്റും ഇരിപ്പുണ്ട്. ഇതൊരു ബുള്ളറ്റ് ആണെന്നൊക്കെ വിചാരിക്കും, ഒരു ബുള്ളറ്റും ഇരിപ്പുണ്ട്. അപ്പൊ ഇനിഷ്യലി മാസ് ഓഫ് ദി ഗണ്ണും മാസ് ഓഫ് ദി ബുള്ളറ്റും കമ്പൈൻഡ് ആണ്. ഇനിഷ്യലി ഈ സിസ്റ്റം റെസ്റ്റിലാണ്. ഇതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഇവിടുത്തെ ഇനിഷ്യൽ മൊമെന്റം എന്ത് പറയാം? ഇനിഷ്യൽ മൊമെന്റം എന്ത് പറയാം? മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി. അപ്പൊ മാസ് ഓഫ് ഗണ്ണും മാസ് ഓഫ് ബുള്ളറ്റും ഒന്നിച്ചാണ്, ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, അപ്പൊ ഇനിഷ്യൽ മൊമെന്റം 0 ആണ്. ഇനിഷ്യലി ഗൺ ബുള്ളറ്റ് സിസ്റ്റം റെസ്റ്റിലാണ്, അപ്പൊ ഇനിഷ്യൽ മൊമെന്റം 0 ആണ്. ഇനി നമ്മൾ ഇത് ഷൂട്ട് ചെയ്തു, അതായത് ഞാൻ ഈ ട്രിഗർ പിടിച്ച് വലിച്ചു, ഇതൊറ്റ പുഷ് ചെയ്തു. അപ്പൊ ഫൈനലി ഇവനൊരു വെലോസിറ്റി VB കിട്ടി. അപ്പൊ ഗണ്ണ് ബാക്കിലോട്ട് റീകോയിൽ ചെയ്തു, വെലോസിറ്റി ഓഫ് ഗൺ എന്ന് കിട്ടി. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബൈ സിസ്റ്റം നമുക്ക് എന്ത് പറയാം? ഇവന്റെ ഫൈനൽ മൊമെന്റം പറയാം. ഫൈനൽ മൊമെന്റം എന്താ? ഈ സിസ്റ്റത്തിന്റെ ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റിയാണ്. മാസ് ഓഫ് ദ ബുള്ളറ്റ് MB ആണ്, ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് VB ആണ്, പ്ലസ് മാസ് ഓഫ് ഗൺ MG ആണ്, ഇൻറ്റു വെലോസിറ്റി ഓഫ് ഗൺ VG ആണ്. ഇതിലാർക്കും സംശയം. ബൈ കൺസർവേഷൻ ഓഫ് മൊമെന്റം നമ്മൾ എന്താ പഠിച്ചത്? ഇനിഷ്യൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റം ആയിരിക്കണം. ഇനിഷ്യൽ മൊമെന്റം 0 ആണ്, ഫൈനൽ മൊമെന്റം മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് പ്ലസ് മാസ് ഓഫ് ഗൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഗൺ ആയിരിക്കും, അല്ലേ? ഇനിഷ്യൽ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ഇവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ ആണ്. അപ്പൊ വെലോസിറ്റി ഓഫ് ഗൺ കാണാൻ ചോദിച്ചാൽ ഇവൻ ഇപ്പുറത്തോട്ട് വരട്ടെ, അപ്പൊ അത് മൈനസ് ആവുന്നു. മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഗൺ ആണ്. മാസ് ഓഫ് ഗൺ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കോൺസെപ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? അപ്പൊ അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഈ എമ്മും വിയും ക്യാപിറ്റൽ എമ്മും ഒക്കെ ഇവിടെ എന്താ ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ എം മാസ് ഓഫ് ബുള്ളറ്റ് ആണ്, മാസ് ഓഫ് ബുള്ളറ്റ് താഴെയാണ്. അല്ല, മാസ് ഓഫ് ബുള്ളറ്റ് അല്ലേ, സോറി, മാസ് ഓഫ് ഗൺ ആണ്. ക്യാപിറ്റൽ എം അല്ലേ, മാസ് ഓഫ് ഗൺ. സ്മോൾ എം മാസ് ഓഫ് ബുള്ളറ്റ് ആണ്, ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബോംബ് എക്സ്പ്ലോഷൻ ഒന്നുമില്ല, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോംബ്, അടിപൊളി ബോംബൊക്കെയാണ്. ബോംബ് റെസ്റ്റിലിരിക്കുകയാണ്, ഇനീഷ്യൽ വെലോസിറ്റി 0. ഇത് പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്ത് പല പീസുകളായിട്ട്, പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് പല ഡയറക്ഷനിലേക്ക് ഡിഫറെന്റ് വെലോസിറ്റിയിൽ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ബോംബ് എക്സ്പ്ലോഷൻ ഡ്യൂ ടു ഇറ്റ്സ് ഇന്റേണൽ ഫോഴ്സ്. Bomb explosion due to internal force, which means that there is no external force. Total momentum of the system conserved. Appo total initial momentum etraya? Initially adu 0, റെസ്റ്റിലാണ്. initial momentum 0. It should be equal to final momentum m1 v1 plus m2 v2 അങ്ങനെ അങ്ങോട്ട് പോകും. ടോട്ടൽ മൊമെന്റായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിന്റെ തുടക്കഭാഗം വളരെ ഈസിയാണ്, കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മളെ ബുദ്ധിമുട്ടിലാക്കാൻ പോകുന്നത്. യെസ്, നമുക്ക് നോക്കാം. ഞാൻ ആക്ച്വലി ലോസ് ഓഫ് മോഷൻ 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലൊക്കെ കൺസിഡർ ചെയ്തിട്ട് മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്ക് വേണമെങ്കിൽ ഇത് 3 പാർട്ടായിട്ട് വേണമെങ്കിൽ ചെയ്യാം. കാര്യം ആദ്യത്തെ ഈ ഒരു ഇൻട്രൊഡക്ഷണൽ പോർഷൻ നമുക്ക് ആദ്യം കുറച്ച് വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ കണക്റ്റഡ് സിസ്റ്റവും പുള്ളി സിസ്റ്റവും സ്യൂഡോ ഫോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ തൊട്ടടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലാസ്റ്റിലേക്ക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് മാത്രമായിട്ട് ചെയ്യാം. അപ്പൊ അതാകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിക്ക് പറയാം. നമുക്ക് നോക്കാം, നോക്കിയിട്ട് സാഹചര്യം അനുസരിച്ച് ചെയ്യാം. എന്തായാലും ഇപ്പൊ പോകുന്ന ഒരു പോക്ക് അങ്ങോട്ട് പോട്ടെ. എ ബോഡി ഓഫ് മാസ് 5 kg ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്, ബോംബാന്ന് വിചാരിച്ചു, 5 kg ഇനിഷ്യലി റെസ്റ്റിലാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അവന്റെ ഇനീഷ്യൽ മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി 0 ആണ്. കാര്യം ഇനിഷ്യലി റെസ്റ്റിലാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എക്സ്പ്ലോഡ് ആൻഡ് ബ്രേക്സ് ഇൻറ്റു 3 ഫ്രാഗ്മെന്റ്സ്, masses 1:1:3. The 2 pieces equal masses fly off perpendicular to each other. അതായത് ഒരു മാസ് 1 kg ആയി, അടുത്ത മാസം 1 kg ആയി, അവര് മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പൊ ഇവൻ ഇങ്ങോട്ടും പോയി, ഇവൻ നേരെ മുകളിലോട്ടും പോയി. അപ്പൊ ഉറപ്പായിട്ടും മൂന്നാമത്തെ ആൾ എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചാൽ ഇവരുടെ റിസൾട്ടന്റിന്റെ ഓപ്പോസിറ്റേ മൂന്നാമത്തെ ആൾ പോകത്തുള്ളൂ. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ കോൺസെപ്റ്റ്. അങ്ങനെ തന്നെയാണ്. ഇവർ രണ്ടുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ രണ്ടുപേരും റിസൾട്ടന്റ് ഇങ്ങോട്ടാണല്ലോ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റേ മറ്റേ ആൾക്ക് പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ,
perpendicular to each other, each of with the velocity 21 meter per second. The velocity of the heavier fragment ആണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവന്റെ മാസ് 1 ആണ്, വെലോസിറ്റി എത്ര 21 ആണ്. അപ്പൊ ഇവന്റെ മൊമെന്റം എന്ന് പറയുന്നത് m1 u1 which is equal to m1 1 ആണ്, വെലോസിറ്റി 21 ആണ്. അപ്പൊ 21 മീറ്റർ പെർ സെക്കൻഡ്, സോറി മൊമെന്റം അല്ലേ, ഇത് 21 എന്ന് കിട്ടും, ഇത് 21 എന്ന് കിട്ടും, ആണോ? അതേപോലെ ഇതും മാസ് 1 ആണ്, വെലോസിറ്റി അപ്പൊ m1 m2u2 അത് അഗെയിൻ 21 എന്ന് കിട്ടും. അപ്പൊ ഇത് 21 ഇത് 21 ആണ്. ഈ റിസൾട്ടന്റ് എന്ന് പറയുന്നത് 21√2 ആയിരിക്കും. ഇത് പി എക്സ് എന്ന് എടുക്കാം, ഇത് മൊമെന്റം എലോങ് എക്സ് ഡയറക്ഷൻ എടുക്കാം, ഇത് മൊമെന്റം എലോങ് വൈ ഡയറക്ഷൻ എടുക്കാം. അപ്പൊ അവരുടെ റിസൾട്ടന്റ് ആണ് ഈ എടുത്തിരിക്കുന്നത്. ആ റിസൾട്ടന്റ് എന്ന് പറയുന്നത് പി ഈക്വൽ ടു എന്തെന്ന് വിളിക്കാം, റൂട്ട് ഓഫ് പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ ആണ്. അപ്പൊ അത് നമുക്ക് 21√2 എന്ന് കിട്ടിയത്. ഇതാണ് 21√2 എന്ന് കിട്ടിയത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനിയും ഈ വാല്യൂവിനോട് ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്. അപ്പൊ ഇതിന്റെ മാസം നമുക്ക് m3 എന്ന് എടുക്കാം, വെലോസിറ്റി v3 എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം, ഇവിടുത്തെ പി എന്ന് പറയുന്നത് ആരോട് ഇക്വലന്റ് ആയിരിക്കും, m3 v3യോട് ഇക്വലന്റ് ആയിരിക്കും, അല്ലെ? പി എന്ന് പറയുന്നത് p3യോട് ഇക്വലന്റ് ആയിരിക്കും, അങ്ങനെ പറഞ്ഞുകൂടി. ഇവിടുത്തെ മൊമെന്റ് ആണ് p3, px-നോടും py-നോടും ഇക്വലന്റ്, അതിന്റെ റിസൾട്ടന്റിനോട് ഓപ്പോസിറ്റ് ഈക്വൽ ആയിരിക്കും p3. അപ്പം p-നോട് ഇക്വലന്റ് ആയിരിക്കും p3. p എത്രയാ 21√2 which is equal to p3 എത്രയാ, p3 m3 v3 ആണ്. m3 എത്രയാടാ മക്കളെ, m3 എന്ന് പറയുന്നത് 3 kg ആണ്. ഇതിന്റെ v3 നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കാം. അപ്പൊ ഇതും ഇതൂടെ കട്ട് ചെയ്യാം. 3 7 അല്ലേ 21, അപ്പൊ v3 കിട്ടി 7√2. √2 എന്ന് പറയുമ്പോൾ 1.414 ആണ്. അപ്പൊ 1.7നെ 1 something കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9.87 അപ്രോക്സിമേറ്റ് കിട്ടും. ബാക്കി അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്താൽ മതി. സോ ഓപ്ഷൻ 3 എടുക്കാം. ഇത് ക്ലിയർ ആണല്ലോ, പക്കയായിട്ട് മനസ്സിലായി? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A particle of mass m moving with a velocity 30 meter per second is burst into two segments. A particle of mass m moving with 30 meter per second, already 30 meter per second la pokondirikka, is burst into two segments of mass m/3 and 2m/3. If m/3 acquires a velocity 20 meter per second, then the velocity of the second piece. appo namukku parayam initial momentum of the system equal to final momentum of the system ആയിരിക്കണം. Initial momentum, a particle of mass m move with a velocity 30 meter per second, ഇതാണ് initial momentum. Final momentum അത് രണ്ട് സെഗ്മെന്റ് ആയിട്ട് മാറി. അതിൽ ഒരാളുടെ മാസ് എത്രയാ, m/3 ആണ്. അപ്പൊ ഒരാളുടെ മാസ് m/3 ആണ്. മാസിനെ അവന്റെ വെലോസിറ്റി എത്രയാണ്, ഒരാളുടെ മാസ് m/3 ആണ്, അടുത്ത ആളുടെ മാസ് 2m/3 ആണ്. ഈ m/3 അക്വേഴ്സ് വെലോസിറ്റി 20, m/3ക്ക് 20 കിട്ടി. അടുത്ത ആളാരാ, 2m/3 ആണ്. അതിന്റെ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. ഈ വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? നമുക്ക് ഇവിടുന്ന് കാൽക്കുലേഷൻ നോക്കാം. എം എല്ലാം പോയി. ഇവിടെ 3 താഴെ ഉണ്ടല്ലോ, കോമൺ ആയിട്ട് 1/3 പുറത്തെടുത്താൽ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ആണോ? അപ്പൊ എത്ര വരും, 90 അല്ലേ, 90 which is equal to 20 plus 2v, ആണോ? കറക്റ്റ് അല്ലേ? 3 കോമൺ ആയിട്ട് പുറത്തെടുത്തു, 1/3 ആണ്, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ 3 × 3 9, 90 ആണ്. ഇവിടെ ഒരു 20 ഉണ്ട്, ഇവിടെ ഒരു 2v ഉണ്ട്. ഓ, അപ്പൊ ഇവിടുന്ന് 2v ഈക്വൽ ടു എത്ര കിട്ടും, 70 എന്ന് കിട്ടും, ആണോ? നമ്മളോട് ചോദിച്ചത് v കാണാനാണ്. 35 മീറ്റർ പെർ സെക്കൻഡ്, 35 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ 2 എടുക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഓപ്ഷൻ 2 ആണല്ലോ കിട്ടിയേക്കുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ ആണോന്നില്ല കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ 2, 35 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുക്കാം. യെസ്, ക്ലിയർ? അടുത്താണ് കൺകറന്റ് ഫോഴ്സ്. മക്കളെ, കൺകറന്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിംഗിൾ പോയിന്റ്. ഒരു സിംഗിൾ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെയാണ് കൺകറന്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ കൺകറന്റ് ഫോഴ്സിന്റെ കോൺസെപ്റ്റ്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു സർഫസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റോപ്പയിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുക അല്ലേ, വേണ്ട റോപ്പ് ഒന്നും വേണ്ട, നമുക്ക് അതിനേക്കാൾ എളുപ്പത്തിൽ എടുക്കാം.
ഒരു ബ്ലോക്ക് മാസ് എം ആണ്. ഒരാൾ ഒരു റോപ്പ് കൊണ്ട് ഇതിനെ പിടിച്ച് ഇങ്ങനെ വലിക്കുന്നു, ഒരു F1 ഫോഴ്സ് കൊണ്ട് വലിക്കുന്നു. അപ്പൊ വേറൊരാള് ഇവിടുന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു, F2. വേറൊരാൾ ഇവിടുന്ന് പിടിച്ച് വലിക്കുന്നു, F3. ഈ ഫോഴ്സുകളെല്ലാം ആക്ട് ചെയ്യുന്നത് ഇതിന്റെ എക്സാക്ട് സെന്റർ ഓഫ് മാസിലായിരിക്കും. സെന്റർ ഓഫ് മാസ് ഒന്നും പഠിച്ചിട്ടില്ല നമ്മൾ, എക്സാക്ട് സെന്ററിലായിരിക്കും. അപ്പൊ ദീസ് 3 ഫോഴ്സസ് ആക്ടിങ് ഓൺ എ സിംഗിൾ പോയിന്റ്, then the force is known as concurrent force. ഈ കൺകറന്റ് ഫോഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഇത്രയൊന്നും അറിഞ്ഞിരുന്നാൽ മതി. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം നമുക്ക് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം പഠിക്കാം. ഇക്വിലിബ്രിയം തന്നെ 2 ടൈപ്പ് ഉണ്ട്, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം, പിന്നെ ഉണ്ട് സ്റ്റേബിൾ അൺസ്റ്റേബിൾ. അതൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസിക്കലി പഠിക്കുന്ന ഇക്വിലിബ്രിയം ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ട്രാൻസ്ലേഷണൽ മീൻസ് along a straight line motion എന്നൊക്കെ പറയാം. Equilibrium means net force on the system 0. Net force on the system 0. ഒരു സിസ്റ്റം റെസ്റ്റിലിരിക്കുകയോ നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? F is equal to ma ആണെന്ന് നമുക്കറിയാം. F is equal to ma ആണെന്ന് നമുക്കറിയാം. If the net force is 0, which means that acceleration 0. Acceleration 0 ആവുന്ന കണ്ടീഷൻ എന്തൊക്കെയാ? 2 കണ്ടീഷനാണ്. ആക്സലറേഷൻ 0 ആണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് ബോഡി റെസ്റ്റിലാവും, രണ്ടെന്ന് പറയുന്നത് ബോഡിയുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയാലും മതി. അപ്പൊ ഇക്വിലിബ്രിയം ആണെന്ന് വെച്ചാൽ ഉടനെ ബോഡി റെസ്റ്റിലാണ്, അവിടെ ഇരിക്കുവാണെന്നൊക്കെ പലരും ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കരുത്. ഇഫ് എ ബോഡി ഇൻ ഇക്വിലിബ്രിയം, ഇറ്റ് മേ ബി അറ്റ് റെസ്റ്റ് ഓർ in uniform മോഷനിലും ആകാം. യൂണിഫോം മോഷനിലാണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ഉറപ്പായിട്ടും ആക്സലറേഷൻ 0 ആണ്. ആക്സലറേഷൻ 0 ആണെങ്കിൽ ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സ് എന്തായാൽ മതി? നെറ്റ് ഫോഴ്സ് 0 ആയാൽ മതി. then the body in equilibrium. If body at rest, that is known as static equilibrium. If body in motion, that is known as dynamic equilibrium. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലും, ഒരു ബോഡി മോഷനിലാണെങ്കിൽ അത് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഒരു തിയറമാണ് കൺകറന്റ് ഫോഴ്സുകളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത്, ഫോഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഒരു തിയറമാണ് ലാമിസ് തിയറം. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു അടിപൊളി കോൺസെപ്റ്റ് ആണ്. ജസ്റ്റ് നിങ്ങളിപ്പം ഡെറിവേഷൻ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നുമില്ല. ഒരു സിംഗിൾ പോയിന്റിൽ 3 കൺകറന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുകയും ആ സിസ്റ്റം, ഇതിപ്പോ ഒരു ഫുട്ബോൾ പോലെ നിങ്ങൾ വിചാരിച്ചു, ആംഗിൾസ് ഡിഫറെന്റ് കളർ കൊടുത്തിട്ടുണ്ടോ, നിങ്ങളൊരു ബോൾ പോലെ വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു മാസ് പോലെ വിചാരിച്ചു, അതിലേക്ക് നിങ്ങൾ ഡിഫറെന്റ് ഫോഴ്സുകൾ ഡയറക്ഷനിലേക്ക് കൊടുക്കുകയാണ്. പക്ഷെ കൊടുത്ത ഫോഴ്സ് 3 ഫോഴ്സുമാണ്, അത് കൺകറന്റുമാണ്. ആൻഡ് ദ സിസ്റ്റം റിമൈൻ ഇൻ ഇക്വിലിബ്രിയം. ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലുമാണെങ്കിൽ the ratio of the one force to the sine angle of other 2 forces is a constant. The ratio of the one force, ഒരു ഫോഴ്സ് A ആണ്, the ratio of one force with respect to sine angle of other 2 forces. മറ്റു രണ്ടുകൾക്ക് ഫോഴ്സിനിടയിലുള്ള സൈൻ ആംഗിൾ സൈൻ ആൽഫ ആണ്. അവരുടെ റേഷ്യോ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. A by sin alpha equal to A by sin alpha equal to B by sin beta equal to C by sin gamma ആയിരിക്കും. A, B, C are forces. Alpha, beta, gamma are the corresponding angle opposite to the forces ആയിരിക്കും. ഈ കാണുന്ന കറസ്പോണ്ടിങ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോഴ്സ് ആയിരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ റേഷ്യോ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 3 ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി are shown in the figure. To have the resultant force only along y direction, the magnitude of minimum additional force is needed. മക്കൾ ഇവിടെ നോക്കട്ടെ, റിസൾട്ടന്റ് ഫോഴ്സ് ഓൺലി അലോങ് y ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അവിടുത്തെ കീവേഡ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നെറ്റ് ഫോഴ്സ് എലോങ് x ഡയറക്ഷൻ 0 ആണ്. നമ്മൾ ഇതിൽ നിന്ന് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. only along y ഡയറക്ഷൻ ആണ് ഫോഴ്സ്. അപ്പൊ നെറ്റ് ഫോഴ്സ് along x ഡയറക്ഷൻ എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അഡീഷണലി എത്ര ഫോഴ്സ് കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇത് 4 ആണ്, ഈ ആംഗിൾ 30 ആണ്. അപ്പൊ ഇങ്ങോട്ട് cos 30 വരും, along the x ഡയറക്ഷനിൽ 4 sin 30 വരും. 4 sin 30 വരും. sin 30 1/2 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 വരും. ഓക്കെ ആണല്ലോ. അതേപോലെ ഇത് 1 ആണ്, ഇത് 60 ആണ്. അപ്പൊ ഇത് 1 cos 60 വരും. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. 1 into cos 60. cos 60 എന്ന് പറയുമ്പോൾ 1/2 ആണ്. അപ്പൊ അത് 0.5 എന്ന് എനിക്ക് കിട്ടും.
അല്ലെ? അതേപോലെ തന്നെ ഈ കാണുന്ന ആംഗിൾ 30 ആണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. അപ്പൊ ഇത് 30 ആണ് ഒബ്വിയസ്ലി. അപ്പൊ ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 2 ആണെങ്കിൽ ഇതിന്റെ ഇങ്ങോട്ടുള്ള ഒരു കോമ്പണന്റ് എത്രയായിരിക്കും? 2 ഇൻറ്റു കോസ് 60 ആണ്. എഗെയിൻ കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ നമുക്കത് 1 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഹൊറിസോണ്ടൽ ഫോഴ്സ് അലോങ് എക്സ് ഡയറക്ഷൻ 0 ആയിരിക്കണം എന്നാ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് 2 ന്യൂട്ടൺ കിട്ടി, റൈറ്റ് സൈഡിലോട്ട് 1ഉം 0.5ഉം 1.5 കിട്ടി. അപ്പൊ ഇത് 0 ആകണമെങ്കിൽ അഡീഷണലി നിങ്ങൾ ഒരു 0.5 ന്യൂട്ടൺ കൂടി കൊടുത്തിരിക്കണം. അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മിനിമം അഡീഷണൽ ഫോഴ്സ് നീഡഡ് ഈസ് 0.5. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ആക്ച്വലി ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ആക്ച്വലി സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ലിഫ്റ്റ്, മങ്കി പ്രോബ്ലം, അതുപോലെ കണക്റ്റഡ് സിസ്റ്റം, ഇങ്ങനെ കുറെ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അത് ഇതിനകത്ത് വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷേ ഇത് റൈറ്റ് നൗ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ ലെങ്തി ആവുകയും കുറെ ആൾക്കാർ കാണാത്ത സിറ്റുവേഷനിലേക്കും പോകുന്നുണ്ട്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് നമ്മൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ മാത്രം അങ്ങനെ ഒരു സ്പ്ലിറ്റ് അപ്പ് ഇടുകയാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്തൊരു വീഡിയോയും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ ഉടനെ കണ്ടുമുട്ടുന്നതായിരിക്കും. അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കുക മക്കളെ. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനും ജെഇയുടെ പ്രിപ്പറേഷനും ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.